പേരാമ്പ്രയിൽ ചോരക്കളിയോ? ഈ ചോര കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ മറച്ചു പിടിക്കാമെന്ന് CPM പോലീസും സർക്കാരും വ്യാമോഹിക്കും. സ്വാഗതം. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. നമ്മളോടൊപ്പം അതിഥികൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ KM അഭിജിത്ത്, CPM-ൽ നിന്ന് ശ്രീ PM മാർഷോ, മാധ്യമപ്രവർത്തകൻ ശ്രീ N ശ്രീകുമാർ, ഇടത് സഹയാത്രികൻ ഡോക്ടർ പ്രേംകുമാർ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശ്രീ PM മാർഷോ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ PM മാർഷോ, ഇന്നലെ വടകര MP ഷാഫി പറമ്പിൽ പോട്ടെ, ജനാധിപത്യത്തിൽ ഒരു MP-ക്ക് ഇന്നലെ തല്ലുകൊള്ളേണ്ടി വരുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇന്നത്തെ വളരെ സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പേരാമ്പ്ര പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി UDF-ഉം കോൺഗ്രസും അവരുടെ വിവിധ പോഷക സംഘടനകളും നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശിഷ്യ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്തെ ചേരിയെ സംബന്ധിച്ച് വലിയ അലിഗേഷനുകൾ, പൊതുസമൂഹത്തിനകത്ത് ഒറ്റപ്പെടുന്ന നിലയിലേക്കുള്ള വിവിധങ്ങളായിട്ടുള്ള വാർത്തകൾ, വിവരങ്ങൾ തുടങ്ങിയവ പുറത്തേക്ക് വരികയും അതിൻ്റെ തുടർച്ചയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് സ്വീകാര്യത നഷ്ടപ്പെട്ട ഇക്കൂട്ടർ തിരിച്ച സ്വീകാര്യത ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏതു നിലയിലും സംഘർഷമുണ്ടാക്കുക, അതിനിടയിൽ കയറി ഷോ ഉണ്ടാക്കുക, ഏതെങ്കിലും നിലക്ക് നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ നിലയിലേക്കുള്ളൊരു ഇരവാദം സൃഷ്ടിക്കുന്നതിനുള്ളൊരു സാഹചര്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള അക്രമ പരമ്പരകളുടെ തുടർച്ചയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വിവിധ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ പേരാമ്പ്രയിലെ വിവിധ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇവർ ഈ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ പേരാമ്പ്രയിൽ തന്നെയുള്ള സിൽവർ കോളേജ് കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി, അതായത് കഴിഞ്ഞ അവിടെ ക്യാമ്പസ് രൂപീകരിക്കപ്പെട്ട ഘട്ടം മുതൽ ഇങ്ങോട്ട് UDSF, വിശിഷ്യ MSF ഉൾപ്പെടെ നയിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് യൂണിയനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതര വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവേശിക്കാൻ ഇടമില്ലാത്ത ലീഗ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് നോമിനേഷൻ പൂർത്തീകരിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ UDSF-ന്റെ നോമിനേഷനുകളാകെ തള്ളിപ്പോവുകയും UUC ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ SFI വിജയിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള അക്രമ പ്രവർത്തനമാണ്. ആ ക്യാമ്പസിനകത്തുള്ള ആളുകളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഏത് വിധേനയും അക്രമം ഒഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമം നടത്തി. ഈ പറഞ്ഞ പോലെ ആ ക്യാമ്പസ് മുസ്ലിം ലീഗ് മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനം അടിച്ച് തകർക്കുന്ന ഒരു നിലയുണ്ടായി. ഈ നിലക്കുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുന്ന നിലയുണ്ടായില്ല. 2 ദിവസം മുൻപ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ CKG കോളേജിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ UDSF-നെ സംബന്ധിച്ച് വലിയ തോതിൽ ആ തെരഞ്ഞെടുപ്പിൽ അവർ നേരിട്ടിട്ടുള്ള പിന്നോട്ടുപോക്കിന്റെ തുടർച്ചയിൽ അക്രമം അഴിച്ചുവിടുകയും ആ ആക്രമണത്തിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് ഇന്നലെ നമ്മൾ കണ്ടു. ഈ പറഞ്ഞ അങ്ങ് സൂചിപ്പിച്ച് ഒരു ജനപ്രതിനിധി ആക്രമിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് സമാനമാം വിധം ഒരു ജനപ്രതിനിധിയെ, പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിനകത്ത് അതിക്രമിച്ചു കയറി ഇതേ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗുണ്ടാ സംഘം, ഇതേ ഷാഫി പറമ്പിൽ MP പോറ്റി വളർത്തുന്ന വിലക്കെടുത്ത് ആ നാടിനകത്ത് കൊണ്ടു നടക്കുന്ന ഗുണ്ടാ സംഘം പഞ്ചായത്ത് ഓഫീസിനകത്ത് അതിക്രമിച്ചു കയറി പഞ്ചായത്ത് പ്രസിഡന്റിനെ അതിക്രൂരമാം വിധം ആക്രമിക്കുന്നതിൻ്റെ, എല്ലാ ജനാധിപത്യ വിരുദ്ധതയുടെയും അടയാളമാം വിധമുള്ള ആക്രമണം അഴിച്ചുവിടുന്നതിൻ്റെ അനുഭവം നമ്മൾ കണ്ടു. ആ ഘട്ടത്തിലൊക്കെ
ഇവർ ആഗ്രഹിച്ചിരുന്നത്, ഇവർ ശ്രമിച്ചിരുന്നത് ഈ ആക്രമണ പരമ്പരകളുടെ തുടർച്ചയിൽ SFI പ്രവർത്തകരെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ, ഈ കൊലവിളികളാകെ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, ഈ അക്രമ പരമ്പരകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പ്രകോപിതരായി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി, ഒരു പ്രകോപനം ഉണ്ടാകും എന്നുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമമായിരുന്നു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള VK പ്രമോദിനെ ഉൾപ്പെടെ ആക്രമിച്ച ഘട്ടത്തിലും ഇവരുടെ ഉദ്ദേശം ഇതാണ് എന്ന് ബോധ്യപ്പെട്ട് ആ പ്രകോപനത്തിന് വഴങ്ങാതെ മറ്റു സംഘർഷം ഉൾപ്പെടെയുള്ളവയിലേക്ക് പോകാതെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ആകെ ആ പ്രദേശത്തെ ഇടതുപക്ഷ പ്രവർത്തകരെ ആക്രമണത്തിന്റെ ഭാഗമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല കരുതലും ജാഗ്രതയും എടുത്ത ഘട്ടത്തിൽ ഇവരുടെ പദ്ധതികളാകെ പാളിപ്പോകുന്നതിന്റെ അനുഭവം ഉണ്ടായി. അങ്ങനെ പാളിപ്പോയതിന്റെ അനുഭവത്തിലാണ് തുടർച്ചയിൽ ഇവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഏറ്റവും ഒടുവിൽ പോലീസിനെ ആക്രമിക്കുന്നതിന് വേണ്ടി, പോലീസിന്റെ മെക്കിട്ട് കയറുന്നതിന് വേണ്ടി, ആ നിലയിൽ പോലീസുമായി ഒരു അക്രമം ഉണ്ടാക്കി അത്തരത്തിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അടക്കം ഇവർ ശ്രമം നടത്തിയിട്ടുള്ളത്. വളരെ ആസൂത്രിതമായ വലിയ ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട്. ആ ഗൂഢാലോചനയുടെ തുടർച്ചയിലാണ്. അറിയാൽ, ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടായാൽ, ഒരു ഈ വിധത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ ഘട്ടത്തിൽ ഉത്തരവാദിത്വപ്പെട്ട ജനപ്രതിനിധികളെ സംബന്ധിച്ച്, ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ച് അതൊരു പ്രശ്നത്തിലേക്കോ ഒരു സംഘർഷത്തിലേക്കോ പോകാതെ ഒഴിവാക്കുക എന്ന ഉത്തരവാദിത്വമുള്ള ആളുകൾ, ആ നേതൃത്വം തന്നെ നിങ്ങൾ സംഘർഷം ഉണ്ടാക്കണം എന്ന നിർദ്ദേശം കൊടുത്ത് പേരാമ്പ്രയിലെ തുടർച്ചയിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിൽ അടി കിട്ടിയിരുന്നോ? ഈ തുടർച്ചയിൽ എവിടെയും ഷാഫി പറമ്പിലിന് അടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിക്ക് ഉണ്ടായിട്ടുള്ള പോലീസുമായിട്ടുള്ള സംഘർഷത്തിന്റെ തുടർച്ചയിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്ന വടിയാണെന്നുണ്ടെങ്കിൽ രക്തം കാണുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് ഏത് നിലയിലാണ് ആ നിലയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പരിക്കേറ്റത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഇപ്പൊ ഈ കഴിഞ്ഞ കാലയളവിനിടയിൽ കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആഭ്യന്തര സംവാദങ്ങളിൽ ഒന്ന് റിയൽ നേതാക്കൾ ആര് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ആ സംവാദത്തിൽ എന്റെ സഹ പാനലിസ്റ്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് റിയൽ കോൺഗ്രസ് പ്രവർത്തകർ, മറ്റ് ഈ പറഞ്ഞ ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ റിയൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ അഭിപ്രായ പ്രകടനത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ ആൾ ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ ചുറ്റുവട്ടത്തും 4-5 ക്യാമറ കണ്ണുകൾ സദാസമയം കൺതുറന്നിരുന്നു കൊണ്ടാണ് ഇവര് അങ്ങാടിയിലേക്ക് ഇറങ്ങരുത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ ബോധപൂർവമുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം ആ 3-4 ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുന്നത് കണ്ടില്ല. ഇനി തുറന്നിരുന്നിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവരുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഘട്ടത്തിൽ അങ്ങ് പറഞ്ഞ 8ാമത്തെ തുടർച്ചയിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് എന്നുള്ളതിന്റെ വിവരങ്ങൾ SP ബൈജു ഷാഫി പറമ്പിലിനെതിരെയോ ആർക്കുമെതിരെയോ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല, ലാത്തി പോലീസ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അതിന്റെ തുടർച്ചയിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും PM മാർഷോയ്ക്ക് അവിടെ സ്ക്രീനിൽ കാണാമെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ലാത്തി വീശുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഷാഫി പറമ്പിലൂടെ കുനിഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്ന ഈ മെഡിക്കൽ ബുള്ളറ്റിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് 2 ഇടത്ത് പൊട്ടലുണ്ട്, ചെറിയ തോതിൽ അതിലൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് എന്നാണോ അങ്ങ് പറയുന്നത്? അതെനിക്കറിയില്ല. അത് ഈ പറഞ്ഞ റിയൽ നേതാക്കന്മാരുടെ ചുറ്റും തുറന്നു വെച്ച ക്യാമറയിൽ ഒപ്പിയെടുക്കപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ആഭ്യന്തര സംഘർഷത്തിൽ ഉണ്ടായിട്ടുള്ള പൊട്ടലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള പൊട്ടലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇനി അങ്ങ് പറഞ്ഞ ലാത്തി ചാർജ് എന്തായാലും അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങ് കാണിക്കുന്ന ദൃശ്യത്തിലുള്ളത് ഒരു ലാത്തി ചാർജിന്റെ ദൃശ്യവുമല്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും കേരളത്തിലെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും ലാത്തി ചാർജ് എന്നുള്ള അനുഭവം, അല്ലെങ്കിൽ ആ വാക്ക് പുതുതായി കേൾക്കുന്ന ഒരു വാക്കല്ലല്ലോ. എന്താണ് ലാത്തി ചാർജ് എന്നുള്ളതിനെ സംബന്ധിച്ചും
അതെങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യം ഈ നാടിനകത്തുള്ള ആളുകൾക്കുണ്ട്. ഈ ഘട്ടത്തിലല്ല ഫുൾ സ്ക്രീൻ കാണിച്ചു. എനിക്കിവിടെ ക്യാമറ അല്ല, ഞാൻ രാവിലെ തൊട്ട് പല ഘട്ടത്തിലും കേരള പോലീസിന്റെ കയ്യിലുള്ളത് ഒലക്കയാണോ എന്ന് നാട്ടുകാരൊന്ന് കാണട്ടെ. ഈ ലാത്തി വെച്ച് അടിക്കുന്നതിനെ അല്ല ലാത്തി ചാർജ് എന്ന് പറയുന്നത് എങ്കിൽ ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് മധു അങ്ങിങ്ങനെ പ്രകോപിതയാകല്ലേ. ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുമ്പോ പോലീസിന്റെ കയ്യിൽ ഒലക്കല്ല ഉണ്ടാകുക, ഈ പറഞ്ഞവർക്ക് ലാത്തിയാണ് ഉണ്ടാകുക. നിലവിലെ കേരള സാഹചര്യത്തിൽ അത് മുൻപുണ്ടായിരുന്നത് പോലെ ഇലക്ട്രിക് ലാത്തി ഉൾപ്പെടെയുള്ളവയല്ല എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നാടിന് നല്ല ബോധ്യമുണ്ട്. ഇനി അങ്ങ് കാണിക്കുന്ന ദൃശ്യത്തിലുള്ളത് എന്താ മാധു? അതൊരു ലാത്തി ചാർജിന്റെ ദൃശ്യമാണോ? അല്ലെന്നേ. പോലീസിനെ ഈ MP ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം പോലീസിന്റെ ഭാഗത്തുണ്ടാവും. ഇപ്പൊ ഇന്ന് നിങ്ങൾ വലിയ തോതിൽ കൊടുക്കാത്തൊരു വാർത്തയുണ്ട്. ആ വാർത്ത ഇന്നലെ രാത്രി കാലിക്കറ്റ് അത് പൂർത്തീകരിച്ചോട്ടെ. കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് ഇതേ MSFന്റെയും KSUവിന്റെയും നേതാക്കള് അഴിച്ചുവിട്ട ആക്രമണത്തിന്റെ തുടർച്ചയിൽ ആ മലപ്പുറത്തൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് ആശുപത്രിയിലുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ളത്. അദ്ദേഹത്തിന് നിലവിൽ 5% കണ്ണിന്റെ കാഴ്ചയുള്ളത്. മാധു ആയിക്കോട്ടെ, ന്യായീകരിക്കണ്ട. മാധു അല്പം മണിക്കൂറുകൾക്ക് മുൻപാണ് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരെ ഇതേ കോഴിക്കോട് ജില്ലയിൽ ഈ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആളുകൾ കയ്യേറ്റം ചെയ്തത്, ആക്രമിച്ചത്. അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാകും. അങ്ങയുടെ ഈ പത്രപ്രവർത്തക യൂണിയന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് വരുമെന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. വരുമായിരിക്കും, വരട്ടെ. അങ്ങനെയുള്ള ആക്രമണം ഒഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നടുവിലേക്ക് ഒലക്കയുമായിട്ട് ഇറങ്ങേണ്ടുന്ന ഗതികേടിലാണ് കേരള പോലീസ് എന്നതിന് തർക്കമല്ല. പക്ഷെ നിലവിൽ കേരള പോലീസിന്റെ കയ്യിൽ ഒലക്കയല്ല, അത് ലാത്തിയാണ്. ആ ലാത്തിയെങ്കിലും ഇല്ലാതെ ഇവരുടെ മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്നേ. ഇനി ഷീൽഡുമായി ഇറങ്ങുന്ന പോലീസ് ഈ നിമിഷം വരെ നമ്മളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അത്രയധികം ഒന്നും ഇടപെട്ടു എന്ന് ഞാനും വിചാരിക്കുന്നില്ല. എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, ഞാൻ ഇടപെട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ. ശരി, ഓക്കെ. അതായത് കേരള പോലീസ് ലാത്തി പ്രയോഗിച്ചിട്ടില്ല എന്ന് SP ബൈജു പറഞ്ഞു. ശേഷം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ കയ്യിലുള്ളത് ലാത്തി അല്ല എന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പറയുന്നത് പോലെയുള്ള ലാത്തി പ്രയോഗങ്ങൾ കേരളത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അന്നും കേരള പോലീസിന്റെ കയ്യിൽ ഉലക്കയല്ല, പകരം ലാത്തിയാണ് ഉണ്ടായിരുന്നത്. അത് മനുഷ്യന്റെ ശരീരത്തിൽ വീഴുന്ന ശബ്ദവും അവരുടെ നിലവിളികളും അടക്കം നമ്മൾ കേട്ടു. അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരടക്കം ആരോപണ വിധേയരായി. കേരള പോലീസ് മാത്രം ആ അന്വേഷണത്തിന്റെ തുടർച്ചയിൽ ആ ദൃശ്യങ്ങൾ കണ്ടില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞു. പക്ഷെ കേരളം മുഴുവനും കണ്ടിരുന്നു. ഇനി അക്രമാസക്തമായ ഒരു സംഘമാണ്, ഒരു സംഘടിതമായ അക്രമികളാണ് അവിടെ കൂടിയിരിക്കുന്നത് എങ്കിൽ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് കേരള പോലീസിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ അതൊക്കെ അവിടെ പാലിച്ചിരുന്നു എന്നടക്കമുള്ളത് അങ്ങ് പറഞ്ഞ അന്വേഷണത്തിൽ തെളിയിക്കുകയും ചെയ്യട്ടെ. ശ്രീ KM അഭിജിത്ത്, ഈ റീലിന്റെ ക്യാമറകൾ കണ്ണു തുറക്കാതിരുന്ന സമയത്ത് ഷാഫി പറമ്പിലിന്റെ മൂക്കിടിച്ചു പൊട്ടിച്ചത് അല്ലെങ്കിൽ അടിച്ചു പൊട്ടിച്ചത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണോ? ഈ പറയുന്ന ദൃശ്യങ്ങൾക്കപ്പുറത്ത് കേരള പോലീസ് ലാത്തി പ്രയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ഒന്നാമത്തെ കാര്യം, കേരള നിയമസഭയിൽ ഉണ്ടായ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളില്ലാത്ത കേരള പോലീസാണ്. നമുക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇറങ്ങി അടിച്ചതിന്റെ ദൃശ്യങ്ങളില്ലാത്തവരാണ് കേരള പോലീസ്. സ്വാഭാവികമായും ഈ ദൃശ്യങ്ങളും ഉണ്ടാകില്ല. അല്ല മാധു, ഈ അപ്പുറത്തിരിക്കുന്ന ഇടതുപക്ഷക്കാരൻ ന്യായീകരിച്ചുകൊണ്ട് സ്വാഭാവികം നമുക്കറിയാം അവരിപ്പോൾ കേവലം ന്യായീകരണങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചില ജൽപ്പനങ്ങൾ നടത്തുന്നു എന്നുള്ളത്. ആ ജൽപ്പനങ്ങൾ ഏറ്റുപിടിച്ച് ഇത്തരം ഒരു ചോദ്യം ചോദിക്കാൻ മാധുവിനെ പോലുള്ള മാധ്യമപ്രവർത്തകരൊന്നും തയ്യാറാകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മുമ്പോട്ട് പോകും. നിങ്ങൾക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനും നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ അദ്ദേഹം ഇത്രയും നേരം ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ സാമാന്യമായ തൊലിക്കട്ടിയൊന്നും പോരാ എന്നത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. ആവട്ടെ,
ഇപ്പോൾ സമയം ഏതാണ്ട് 7:43 ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആർഷോ പറയാണ് ഇത് രാത്രിയല്ല പകലാണെന്ന് പറഞ്ഞാൽ അതെ ഇത് പകലാണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറേ ആളുകൾ ഉണ്ടാകും. അത് കേരളത്തിലെ ഭക്ഷണം കഴിക്കുന്ന മലയാളികളല്ല, അത് ഇവരുടെ ന്യായീകരണ തൊഴിലാളികളാണ് എന്നുള്ള തിരിച്ചറിവൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. നോക്കൂ നിങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എന്താ ഈ പ്രശ്നങ്ങളുടെ ആരംഭം? കഴിഞ്ഞ 9-ാം തീയതി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പേരാമ്പ്രയിലെ CKG കോളേജ് ഗവൺമെന്റ് കോളേജാണ്. ആ CKG കോളേജിൽ 40 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഫർസിൻ അഹമ്മദ് എന്ന് പറയുന്ന UDSF പാനലിൽ മത്സരിച്ച ചെറുപ്പക്കാരൻ ചെയർമാനായി വിജയിക്കുന്നു. ഏതാണ്ട് ഇതുവരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സീറ്റുകൾ വിജയിക്കാൻ സാധിക്കാത്തിടത്ത് 5ഓളം സീറ്റുകളിൽ UDSF പാനലിലുള്ള മത്സരാർത്ഥികൾ വിജയിക്കുകയാണ്. ആ കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ അവരെ ആക്രമിക്കാനും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ, അത് കോളേജിനകത്തുള്ള CPM-ന്റെ പ്രവർത്തകർ മാത്രമല്ല. CPM-ന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരുടെ ചില അധ്യാപക സംഘടനാ നേതാക്കളോ അവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോ മാത്രമല്ല, പുറത്ത് നിന്നുള്ള DYFI-ക്കാരും CPM-കാരും പോവാണ് അങ്ങോട്ട് പോയി ആ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവിടെ ഉള്ളിലുള്ള വിദ്യാർത്ഥികൾ ജനാധിപത്യ രീതിയിൽ ചെറുത്തുനിന്ന് അവർക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ SFI കോട്ടകുത്തകം പോലെ കൊണ്ടു നടന്ന പേരാമ്പ്രയിലെ CKG കോളേജ് 4 പതിറ്റാണ്ട് 40 വർഷക്കാലത്തിനിപ്പുറത്ത് UDSF-ന്റെ ചെയർമാൻ വിജയിക്കുന്ന കാഴ്ച കണ്ടു. അതിൽ അസ്വസ്ഥരായി അവിടെ പേരാമ്പ്രയിൽ അന്ന് 9-ാം തീയതി വൈകിട്ട് ഈ CPM ക്രിമിനലുകൾ ഉണ്ടാക്കി അക്രമം ചെറുതല്ല. പല മേഖലകളിൽ നിന്ന് പല ആളുകളുടെ നേതൃത്വത്തിൽ വന്ന് വിദ്യാർത്ഥികളെയും ആ വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരെയും ആക്രമിക്കാനുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു. ആ സമയത്ത് നമ്മളെന്താ സ്വാഭാവികമായിട്ട് നിയമപാലകർ എന്ന് പറയുന്ന പോലീസുകാർ അവരിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചു. ഈ CPM-കാർ ആക്രമിച്ചുകൊണ്ടിരിക്കെ പോലീസുകാർ അങ്ങോട്ട് വരികയാണ്. ഈ കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെയും ആക്രമിക്കാൻ ഇവിടുത്തെ DYSP സുനിൽ എന്ന് പറയുന്ന ക്രിമിനലിന്റെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറായി. അന്ന് 9-ാം തീയതിയിൽ അക്രമം നടക്കുകയാണ്. 9-ാം തീയതിയിൽ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അക്രമം പേരാമ്പ്രയിൽ കണ്ടു. അതിന്റെ ഭാഗമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ, പ്രവർത്തകരെ ആക്രമിക്കാൻ പോലീസ് ക്രിമിനലുകളും CPM ക്രിമിനലുകളും ഒന്നിച്ച് തീരുമാനിച്ചപ്പോൾ ജനാധിപത്യ രീതിയിൽ ഇന്നലെ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധമാണ് പേരാമ്പ്രയിൽ ഇന്നലെ ഹർത്താലായിരുന്നു. ഹർത്താലിൽ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് അവിടെ ആരോപണം. നിങ്ങൾ ഈ പഞ്ചായത്തിൽ കയറി VK പ്രമോദിനെ അടക്കം ആക്രമിച്ചു, നിങ്ങൾ മറ്റേ CPM പ്രവർത്തകന്റെ വാക്കുകൾക്ക് പറയാൻ ഒരടിസ്ഥാനവുമില്ലാത്ത ജൽപ്പനങ്ങൾക്ക് 12 മിനിറ്റ് നിർബാധം അനുവദിച്ചു കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഇടപെടലെന്നേ ഞാൻ സംസാരിക്കട്ടെ. അങ്ങനെ സംസാരിക്കുന്ന അല്ല പറയട്ടെ. ആ പറയുന്ന ഘട്ടത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞു, ആർഷോ പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിന് അടികിട്ടി. ഞങ്ങൾ പറയാം, നിങ്ങൾ ഒരു വിഷ്വൽ കാണിക്കും. പ്രമോദിന് ഇന്നലെ ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രമോദിന് ഒരു പരിക്ക് പറ്റിയ എന്തെങ്കിലും വിഷ്വൽ കാണിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാം. മറിച്ച് ഞാനൊരു വിഷ്വൽ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ആർഷോ, ഞങ്ങൾ ഈ മനുഷ്യരൊക്കെ ജീവിക്കുന്നത് ഗീബൽസിന്റെ കാലത്തല്ല, അതൊക്കെ കഴിഞ്ഞു പോയെന്നേ. നിങ്ങൾ ഈ ആടിനെ പട്ടിയാക്കാൻ നിങ്ങൾക്കുള്ള ശേഷിയൊക്കെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി. ഞാൻ ഒരു വിഷ്വൽ കാണിക്കാം. ഇത് ഇന്നലെ പേരാമ്പ്ര പഞ്ചായത്തിൽ നേരത്തെ ആർഷോ പറഞ്ഞ പ്രമോദ് എന്ന് പറയുന്ന പേരാമ്പ്ര പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പ്രതിഷേധിക്കാൻ, ജനാധിപത്യ രീതിയിൽ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ ആക്രമിക്കുന്ന വിഷ്വല. ഇതാണ് പറഞ്ഞത്, പ്രമോദിനെ ഭീകരമായി ആക്രമിച്ചു. ഇന്ന് ജനങ്ങൾക്കിടയിൽ ഇവിടുത്തെ CPM കൊള്ളക്കാരുടെ, കള്ളന്മാരുടെ, തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാണ് എന്ന് പേരാമ്പ്രയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് ജനങ്ങൾക്കിടയിൽ മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ മറച്ചു വെക്കാൻ CPM-ന്റെ എല്ലാ ഗുണ്ടാ പ്രവർത്തകരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഇവർ വ്യാജമായ ഒരു പ്രചരണം നടത്തി. അതാണ് പ്രമോദ് ആക്രമിക്കപ്പെട്ടു എന്നുള്ളത്. അത് അടിസ്ഥാനരഹിതം. അതേ സമയത്ത് പ്രമോദ് ആക്രമിക്കുന്ന വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. രണ്ടാമത്തെ കാര്യം ഇവരെന്താ പറഞ്ഞത്, ഈ ഇന്നലെ ഒരു പ്രശ്നമില്ലെന്ന്. നിങ്ങൾ നോക്ക്, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് UDSF-ന്റെയും UDYF-ന്റെയും പ്രവർത്തകരെ അടക്കം ആക്രമിച്ച് മെനയാന്ന് കോളേജ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം നാട്ടുകാരെ പോലും ആക്രമിച്ച CPM പോലീസ് നടപടിക്കെതിരെ ഇന്നലെ വൈകിട്ട് UDF-ന്റെ പ്രതിഷേധം ഉണ്ടാവുക. 12,000-ഓളം വരുന്ന പ്രതിഷേധക്കാർ അവിടെ നിന്ന് പ്രതിഷേധവുമായിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ന്യായമായി പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും, ഞാൻ നേരത്തെ പറഞ്ഞു, പേരാമ്പ്രയിലെ DYSP ആയിട്ടുള്ള
സുനിലിന്റെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ വടകരയിലെ ഡിവൈഎസ്പി ആയിട്ടുള്ള ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ക്രിമിനൽ സംഘങ്ങൾ വരിക. എന്നിട്ടോ നമ്മൾ പോലീസുകാരെ കാണുന്നുണ്ടല്ലോ, അവിടെ CPM സമരം നടത്താറുണ്ട്, കോൺഗ്രസ് നടത്താറുണ്ട്, ലീഗ് ഉണ്ട്, CPI ഉണ്ട്, എല്ലാവരും സമരം നടത്താറുണ്ട്. അതൊക്കെ ഒരു ജനാധിപത്യ രീതിയിൽ സമരങ്ങളെ കാണുന്നവരാണ് പോലീസ്. എന്നാൽ ഇന്നലെ 2000-ഓളം വരുന്ന ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് അകാരണമായി തടയുന്നു. പേരാമ്പ്ര ടൗണിലേക്ക് എത്തുന്ന മാർച്ചിനെ അകാരണമായി തടയുകയാണ്. ആ സമയത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ശ്രീ ഷാഫി പറമ്പിൽ MP അടക്കമുള്ള ആളുകൾ കൊയിലാണ്ടിയിൽ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം തല യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അവിടെയാണ് അവർ വിവരം അറിയുന്നത്. UDF-ന്റെ പ്രവർത്തകരെ സമരം ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല, പ്രകടനം നടത്താൻ പോലും തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, CPM-ഉം പോലീസും ഒരേപോലെയാണ് പ്രവർത്തകരെ നേരിട്ടത്. അന്ന് 8 റൗണ്ടോളം ഗ്രനേഡ് UDSF-ന്റെ പ്രവർത്തകർക്ക് മേൽ ഇന്നലെയല്ല, ഷാഫി പറമ്പിലിന്റെ മൂക്കടിച്ച് പൊട്ടിച്ച, തലയടിച്ച് പൊട്ടിച്ച ഇന്നലെയല്ല, മെനയാന്നും അവിടെ പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡും ഇതേപോലെയുള്ള എന്താ പറയുക ലാത്തി ചാർജുകളും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ സമരം ചെയ്യാൻ, പ്രകടനം നടത്താൻ അനുവദിച്ചില്ല. എന്താ കാര്യം എന്നറിയോ? അവിടെ ഒരു 50-ഓളം വരുന്ന CPM ഗുണ്ടകളുണ്ട്. CPM ഗുണ്ടകൾ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തമ്പടിച്ചിട്ടുണ്ട്. CPM-കാരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് ഈ നാണം കെട്ട DYSP സുനിൽ എന്ന് പറയുന്നവൻ അവിടെ തടയുക മാത്രമല്ല, അപ്പൊ ഇതറിഞ്ഞു വരുന്ന ഷാഫി പറമ്പിൽ MP-യെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ അടക്കമുള്ള ആളുകളോട് നിങ്ങൾ പ്രകടനം നടത്താൻ പാടില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് CPM-ന്റെ പണി ഇവിടെ പോലീസ് എടുക്കുക. അതൊക്കെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതെന്താ പിണറായി വിജയന് അല്ലെങ്കിൽ CPM-കാർക്ക് സ്ത്രീധനം കിട്ടിയാണോ ഈ നാടൊക്കെ? സമരം നടത്താൻ പാടില്ല, ഒരു പ്രതിഷേധം ഉണ്ടാകാൻ പാടില്ല, ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് പോകാൻ പാടില്ല, അങ്ങനെ പോയാൽ ഞങ്ങൾ തടയും. അതൊക്കെ ഇവർ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. ഞങ്ങളുടെ നേതാക്കൾ വരുന്നു, അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഷാഫി പറമ്പിൽ MP ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പോലീസ് കൂട്ടത്തിലുള്ള DYSP-യുടെ ഗൺമാൻ, വടകര DYSP-യുടെ ഗൺമാൻ വിഷ്ണു വത്സൻ ഈ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന MLA-യുടെ അടുത്തനിയായി, ഞാൻ ഫോട്ടോ തരാം, ആ വിഷ്ണു വത്സനും പേരാമ്പ്രയിലെ CPO സുനിൽ എന്ന് പറയുന്നവർ, അവർ രണ്ടുപേരും ചേർന്നാണ് ഷാഫി പറമ്പിൽ MP-യെ ബോധപൂർവം MP ആണെന്ന് അറിഞ്ഞുകൊണ്ട് മൂക്കിനടിക്കുക. അദ്ദേഹത്തിന്റെ വലത് ഭാഗത്ത് പൊട്ടാണ്, മൂക്കിന്റെ ഇടത് ഭാഗത്ത് പൊട്ടാണ്. ഇന്ന് നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ ബേബി മെമ്മോറിയലിന്റെ അവരുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞ പോലെ 2 പൊട്ടുകളാണ് മൂക്കിന്. തലയ്ക്ക് അദ്ദേഹത്തിന് അടിയേറ്റു. അപ്പൊ MP ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ആക്രമിക്കുന്നു. ഒരു ഭാഗത്ത് അവിടെയുള്ള പോലീസ് പറയാണ് SP ഇവിടെ അല്ലല്ലോ, ഇത് ഞാൻ പൂർത്തീകരിക്കട്ടെ, അനുവദിക്കുന്നേ. അതേപോലെ SP നിങ്ങൾ അതെ, SP ബൈജു എന്ന് പറയുന്ന ആ SP ഇന്നലെ പറയാ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ട വാദ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല, അക്രമം ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ കണ്ടല്ലോ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതും ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് മൂക്കിനടിച്ചതും തലക്കടിച്ചതും ഒക്കെ. അപ്പൊ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ CPM-ന്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന പോലീസുകാർ അവർ ധരിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് മുഖം നഷ്ടപ്പെട്ട അയ്യന്റെ സ്വർണം പോലും കൊള്ളയടിക്കുന്ന പിണറായി വിജയനും കൂട്ടരും, കേരളത്തിലെ CPM-നെ BJP-ക്ക് അടിയറ വെക്കുന്ന പിണറായി വിജയനും കൂട്ടരും ആ ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചാൽ അതൊക്കെ അങ്ങ് ശ്രദ്ധ തിരിയുമെന്ന് വെച്ചാൽ അതൊന്നും ശ്രദ്ധ തിരിയാൻ പോകുന്നില്ല. ഷാഫി പറമ്പിൽ MP-യെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോ ഒരു MP-യെ ഏത് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചാണെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്നതാണ് പോലീസുകാർ, അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടവരാണ്. നമുക്ക് ഓർമ്മയുണ്ട്, കല്യാശ്ശേരി MLA വിജിനെതിരെ അവിടുത്തെ SI-യുടെ ഭാഗത്ത് നിന്ന് ഒരു അതിക്രമം ഉണ്ടായ സമയത്ത് അങ്ങനെ ഒരു MLA കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത പോലീസുകാർ എങ്ങനെയാണ് ഒരു പരിധി ഭരിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയവരാണ് നമ്മളപ്പോൾ. ആ സമയത്ത് അങ്ങനെ അത് തിരിച്ചറിയുകയും ഒരു MP ഉൾപ്പെടുന്ന ഒരു പരിപാടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യേണ്ടതും, MP ഉൾപ്പെടുന്ന പരിപാടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ടതും ഒക്കെ പോലീസുകാരാണ്. അതൊരു വശത്ത്. രണ്ടാമത്തത്, ഇന്നലെ ഏറ്റവും അധികം കേട്ടത് ഷാഫിയുടെ ഷോയാണ് എന്നുള്ളതാണ്. DYFയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് അടക്കമുള്ളവർ പറഞ്ഞു ഇത് മുഴുവൻ ഷാഫിയുടെ ഷോയാണ് എന്ന്. എങ്ങനെയാണ് ഇന്നിപ്പോ ബേബി മെമ്മോറിയലിന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന സമയത്ത് പൊട്ടലുകൾ ഉണ്ട് എന്ന് പറയുന്നു, ഇതിനുശേഷം കൊണ്ടുപോയി ഇടിച്ചു പൊട്ടിച്ചൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ നടത്തിയ ഷോയാണ് എന്ന് രാഷ്ട്രീയമായി അധിക്ഷേപിക്കുന്നതിൽ നൈതികതയുടെ കണികയെങ്കിലും ഉണ്ടോ? ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വളരെ പ്രശസ്തമായ ഒരു സ്വകാര്യ ആശുപത്രിയാണ്. അവിടുത്തെ മെഡിക്കൽ ബുള്ളറ്റിനെ ഞാൻ 100% വിശ്വസിക്കുന്നു. ഷാഫി പറമ്പിൽ MP-യുടെ, കേരളത്തിലെ കോൺഗ്രസിന്റെ വളരെ സമ്പന്നനായ നേതാവിന്റെ മൂക്കിന് 2 പൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ദയനീയമാണ്, സങ്കടമാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ ഞാനും ആശംസിക്കുന്നു, ഞാനും ആ വേദന അറിയിക്കുന്നു ആദ്യമായിട്ട്.
ഇത് പോലീസ് അടിച്ചപ്പോൾ ഉണ്ടായതാണോ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരാ എന്താ പറയാ തള്ളിലും തിക്കിലും വെച്ചിട്ട് കൈമുട്ടോ തലയോ മുട്ടി പൊട്ടിയതാണോ എന്നുള്ളത് നമുക്കറിയില്ല. പോലീസ് അടിച്ചിട്ടാണെന്ന് തന്നെ വിചാരിക്കുക. ഏതൊരാളെയായിരുന്നാലും പോലീസ് അടിക്കുകയോ ലാത്തി ചാർജ് ചെയ്യുകയോ പരിക്ക് പറ്റുകയോ ചെയ്യുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കുറെ കാലമായിട്ട് യൂത്ത് കോൺഗ്രസും ഒക്കെ ഇത്തരം പോലീസ് ലാത്തി ചാർജൊക്കെ നേരിടുന്നുണ്ട്, അടികൊള്ളുന്നൊക്കെ ഉണ്ട് പലപ്പോഴും, കുറേ വർഷമായിട്ട് 5-6 വർഷമായിട്ട്. പക്ഷെ എന്താ പ്രശ്നം അറിയോ, എന്തായിരുന്നു ഇഷ്യൂ എന്ന് ചോദിക്കുമ്പം അത് ബ്ലാങ്ക് ആയിരിക്കും. കാരണം സർക്കാരിന്റെ അഴിമതിക്കെതിരെയോ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾക്കെതിരെയോ കേരളത്തിന്റെ വികസന കാര്യങ്ങളോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല, ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. പേരാമ്പ്രയിൽ എന്തിനായിരുന്നു ഈ സമരം എന്ന് ചോദിച്ചാൽ, CKG ഗവൺമെന്റ് കോളേജിൽ ഇലക്ഷൻ നടന്നു. അതിൽ ചെയർമാൻ സീറ്റും കുറച്ച് 2-3 അസോസിയേഷൻസും MSFO UDSF ആണ് ജയിച്ചത്, ബാക്കി SFI ആണ് ജയിച്ചത്. SFIക്കാർ ആദ്യം പ്രകടനം നടത്തി ബസ് സ്റ്റാൻഡ് വരെ എത്തി. MSFകാർ പിറകെ വന്നപ്പോൾ മാർക്കറ്റിന്റെ അടുത്ത് വെച്ച് പോലീസ് തടഞ്ഞു, നിങ്ങൾ 2 കൂട്ടരും തല്ലണ്ട എന്നുള്ളതുകൊണ്ട്. അവിടെ വെച്ച് പോലീസ് വലയം ഭേദിക്കാൻ തുടങ്ങി. പോലീസും MSFകാരും തമ്മിൽ അടിപിടി ഉണ്ടായി. പോലീസ് MSFകാരെ തല്ലി. അതിനാണ് പിറ്റേ ദിവസം ഹർത്താൽ നടത്തുന്നത്. ഒരു നഗരത്തിൽ ഹർത്താൽ നടത്താൻ മാത്രമൊക്കെയുള്ള പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്. ഹർത്താൽ നടത്തുന്ന ദിവസം പഞ്ചായത്ത് ഓഫീസ് അടുപ്പിക്കാൻ പോകുക എന്നുള്ളത് അത് വല്ലാത്തൊരു അക്രമമാണ്. ഒരു ടൗണിൽ, ഭാരതബന്ധൊന്നും അല്ലത്, ഒരു ടൗണിലുള്ള ഹർത്താലാണ്. അവിടെ ചെല്ലുന്നു, പഞ്ചായത്ത് പ്രസിഡന്റിനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് അടിക്കുകയോ പരിക്കു പറ്റുമോ എന്ന് ചെയ്തിട്ടില്ല. PK പ്രമോദ് പിറ്റേ ദിവസം ടൗണിൽ തന്നെ ഉണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം പിന്നെയും പഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തതിൽ LDFും MSFന്റെ കുട്ടികളെയും അല്ലെങ്കിൽ UDSFന്റെ കുട്ടികളെ കൈകാര്യം ചെയ്തതിൽ പ്രതിഷേധിച്ച് UDFും പ്രകടനം നടത്തുന്നു. LDFന്റെ പ്രകടനം കഴിയുന്ന അവർ പിരിഞ്ഞു പോകുന്നു പോലീസ് പറഞ്ഞിട്ട്. ഇവർ റോഡിൽ കുത്തിയിരിക്കുകയാണ്, ചേനോൾ റോഡിന്റെ അടുത്ത് 1.5 മണിക്കൂർ സമയം റോഡിൽ കുത്തിയിരിക്കുകയാണ്. ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയാൽ പോലീസ് തടയും, ഒരു പ്രസംഗം നടത്തി ഇവരങ്ങ് പോകും. അതാണല്ലോ അതിന്റെ ജനാധിപത്യ മര്യാദ. അവിടെ ഇരിക്കുകയാണ്. ഷാഫി പറമ്പിൽ വരുന്നത് വരെ കാത്തിരിക്കുകയാണ്. അഭിജിത്ത് തന്നെ പറഞ്ഞു, കൊയിലാണ്ടിൽ നിന്ന് വരുന്നവരെ 1.5 മണിക്കൂർ സമയം. എന്നിട്ട് പിന്നെയാണ് പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാവുന്നത്. അതായത് ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ എത്തിയാൽ ഒരു MLA ആവട്ടെ, ഒരു ജില്ലാ പ്രസിഡന്റ് ആവട്ടെ, ഇനിയിപ്പോൾ അഭിജിത്ത് തന്നെ ആവട്ടെ, KSUക്കാരും SFIക്കാരും തമ്മിൽ തല്ല് നടക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് അഭിജിത്ത് എത്തിയാൽ, ഒരു NSUI നേതാവ് എന്ന രീതിയിൽ അഭിജിത്ത് എന്താ ചെയ്യേണ്ടത്? അത് പിരിച്ചുവിടാനും അത് കുഴപ്പമില്ലാതെ പോക്കാനല്ലേ ശ്രമിക്കേണ്ടത്. പക്ഷെ ഷാഫി പറമ്പിൽ അതല്ല ചെയ്തത് എന്നുള്ളിടത്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇല്ലായ്മ. അവിടെയാണ് ഈ സാധനം ഷോ ആവുന്നത്. ഇനി എനിക്ക് അതിലും വിചിത്രമായിട്ട് തോന്നുന്നത്, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്, ഇന്ന് വൈകുന്നേരം പേരാമ്പ്രയിൽ വെച്ച് ഹർഷോ അത് പറഞ്ഞു, പത്രപ്രവർത്തകർക്ക് നേരെ, ചാനൽ പ്രവർത്തകർക്ക് നേരെ, ഒരു വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസിന്റെ ആളുകൾ അക്രമം നടത്തുന്നു. നിങ്ങളെ മീഡിയ കവറേജ് കൊണ്ടാണ് ഷാഫിക്ക് അനുകൂലമായിട്ട്, കോൺഗ്രസിന് അനുകൂലമായിട്ട് ഈ ഓളം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. പോലീസിനെ അല്ല മാധ്യമ പ്രവർത്തകരെ അറ്റാക്ക് ചെയ്യുന്നത്. എന്തിനാണിത്? കഴിഞ്ഞ മാസമാണ് വടകരയിൽ വെച്ച് DYFIയുടെ ആളുകൾ ഷാഫിയെ തടയുന്നു. ശരിയായിരുന്നില്ല, ശരിയല്ല എന്ന് വസീഫ് തന്നെ ഉടനെ പറഞ്ഞു. അന്ന് രാത്രി പേരാമ്പ്രയിൽ നൈറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. അത് കവർ ചെയ്യാൻ പോയ മീഡിയ പ്രവർത്തകരെയും കോൺഗ്രസ് അറ്റാക്ക് ചെയ്തിരുന്നു. അന്ന് രാത്രിയായിരുന്നു ക്ലിഫ് ഹൗസിലേക്ക് പന്തം കൊത്തിച്ചെറിഞ്ഞത്. അപ്പൊ ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ എന്തോ കേരളത്തിലെ കോൺഗ്രസിൽ എന്തോ അതിഭയങ്കരമായിട്ടുള്ള, രാഹുൽ ഗാന്ധിയിനേക്കാളൊക്കെ അതിഭീകരമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്നുള്ള ഒരു സംഗതി ഇവരിങ്ങനെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഷാഫിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ, ഷാഫിയെ പറ്റി ഒരു പരാമർശം ഉണ്ടായിരുന്നാൽ, ഷാഫിയുടെ വണ്ടീന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തോ കേരളം കത്തുമെന്നുള്ളൊരു ബിൽഡപ്പ്. അതിന് കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു ന്യായം എന്താ വെച്ചാല്, ഷാഫി പറമ്പിലിനെ LDFനും പിണറായി വിജയനും ഒക്കെ ഭയങ്കര പേടിയാണെന്ന്. എനിക്കിത് കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്. എന്ത് പേടിക്കാനാണ്? എന്ത് കാര്യത്തിനാണ് പേടിക്കേണ്ടത്? സത്യത്തിൽ ഷാഫി പറമ്പിലിനോട് കേരളത്തിലെ LDF കടപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ കഴിഞ്ഞ 8 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിലെ കോൺഗ്രസിനെയും UDFനെയും ഏറ്റവും ദയനീയമായ പ്രതിരോധത്തിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ മനുഷ്യനാണ്. ഇത്രയും കാലം അയാൾ ഏത് അതിനുള്ള അവസരം രാഹുലിന് വീണ്ടും സജീവമാകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഷാഫി നടത്തിയ ഷോ എന്നുള്ളതാണ് പറയുന്നത്. മാഷെ അതിനിടെ മാഷി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ല, ഒരു മിനിറ്റ്. പ്രതിഷേധമാണല്ലോ അത്. DYFIക്കാർ ബെല്ലടിച്ച് അവരുടെ സമരവുമായി ബന്ധപ്പെട്ട് നിർത്തിപ്പോകുന്ന സമയത്ത് അതേ സമയത്ത് കോൺഗ്രസ് നിർത്തിപ്പോകണമെന്ന് പറയാൻ കഴിയില്ല. ആർക്കാണോ കൂടുതൽ പ്രതിഷേധം അവരവിടെ നിൽക്കും. ഇപ്പോ DYFIക്കാരോ ഈ പറയുന്ന PM മാഷോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊന്ന് വിരൽ ചൂണ്ടിയാൽ കേരളം അവിടെ നിൽക്കും എന്നൊക്കെ. അപ്പൊ അങ്ങനെ നിർത്താൻ പോകുന്നവരാണ് ഇവരെല്ലാവരും. അപ്പോ പ്രതിഷേധം എത്ര സമയം എന്നുള്ളത് അതായത് രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്നതാണ്. ഷാഫി പറമ്പിൽ വരുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാനല്ല, അത് പിരിച്ചുവിടാൻ പോകാനല്ലോ. അതായത് 2 സംഘടനകൾ ഈ പറയുന്ന യുദ്ധമുഖത്ത് എന്നതുപോലെ നിൽക്കാൻ കാരണമാകുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാരാണ്? പോലീസുകാരാണ്. പിന്നെ മീഡിയ കവറേജ് കൊണ്ട് ഷാഫി പറമ്പിൽ അനുകൂലമായ തരംഗമൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഉണ്ടായത് എന്താണ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഒരു MP അതിക്രമിക്കപ്പെടുന്നു, അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. നമുക്കറിയാലോ, കഴുത്തിന് മുകളിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ വധശ്രമമാണ് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഉണ്ടാകുന്നത്. അത് പോലീസിന്റെ ഭാഗത്തുനിന്നായതുകൊണ്ട് നിയമം പാലിക്കാനുള്ള ഈ പറയുന്ന സുരക്ഷ ഒരുക്കാനുള്ളത് എന്നതുകൊണ്ട് ക്രൈം ആരോപിക്കപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഒരു MP ഉണ്ടാകുമ്പോൾ അതിൽ ചോദ്യം ചെയ്യുന്നത് ഷാഫി പറമ്പിൽ അനുകൂലമായ പ്രചാരണമൊന്നുമല്ല. ഡോക്ടർ പ്രേംകുമാർ.
അല്ല, അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താ, നിങ്ങൾ ചില കാര്യങ്ങൾ ബോധപൂർവ്വം വിടുന്നു എന്നുള്ളതാണ്. മാധു തന്നെ ഇപ്പൊ പറയുന്നതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? പേരാമ്പ്ര ടൗണിന്റെ ഭൂമിശാസ്ത്രം, ഞാൻ പേരാമ്പ്രക്കാരൻ, എനിക്കറിയാം. LDFന്റെ ജാഥ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് പോലീസ് തടയുന്നു. അവരവിടുന്ന് കുറച്ചു നേരം സംസാരിക്കുന്നു, പിരിഞ്ഞു പോകുന്നു. ആളുകൾ പിന്നെ അവിടെ നിന്നു. ഷാഫി വന്ന സമയമാകുമ്പോൾ SK സജീഷ് തന്നെ പറയുന്നു എല്ലാവരും പിരിഞ്ഞു പോകണം, ഇനി ഇവിടെ സീൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. 1.5 മണിക്കൂറിലധികം റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് UDFന്റെ ആളുകൾ. ഷാഫി വന്നിട്ട് ശേഷവും ഷാഫി അവരോട് പിരിഞ്ഞു പോകാൻ പറയല്ല, അവരുടെ ടെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് പോലീസ് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത്. കാരണം സമരം ചെയ്യുന്ന സമയത്ത് DYFI ആയിരുന്നാലും യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും ആദ്യം തീരുമാനിക്കും അടി ഉണ്ടാക്കണോ പിരിഞ്ഞു പോകണോ എന്നുള്ളത്. ഇന്നലെ പേരാമ്പ്രയിൽ ഒത്തുകൂടിയ UDFന്റെ ആളുകൾ അടി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് സമരത്തിന് വരുന്നവർ അങ്ങനെയല്ലേ? അവർ സമാധാനം പറയാൻ വരുന്നവരല്ലോ. അടി ഉണ്ടാക്കാനോ പ്രതിഷേധിക്കാനോ ഒക്കെ ആയിരിക്കും. പോലീസാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്. ഷാഫി പറമ്പിൽ വരുന്നത് പ്രതിഷേധത്തിൽ ചേരാനല്ലേ, അല്ലാതെ അവിടെ 1.5 മണിക്കൂർ, അങ്ങ് പറഞ്ഞതുപോലെ 1.5 മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ എല്ലാവരും പൊക്കോളൂ എന്ന് പറയാനാണോ ഷാഫി പറമ്പിൽ വരിക? മാധവ്, ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് തീർത്തോട്ടെ, നിങ്ങൾ ഇങ്ങനെ ബേജാറാവല്ലേ. എന്നിട്ട് ഈ പോലീസ് തന്നെ മർദ്ദിച്ചു. ഷാഫിയുടെ മൂക്കിൽ നിന്ന് ചോര വന്നു. ഉടനെ അദ്ദേഹം അവിടെ വെച്ചും കോഴിക്കോട് വെച്ചും പറയുന്നത് എന്താണെന്നറിയോ? അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ച സംഭവം ഇതുവഴി ഒതുക്കാമെന്ന് സർക്കാർ വിചാരിക്കേണ്ട, CPM വിചാരിക്കേണ്ടതാണ്. എന്തൊരു വിരോധാഭാസമാണ് നോക്കൂ. അയ്യപ്പന്റെ ഇഷ്യൂ ഒതുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ CPMന്റെ ആളുകളാണ് ഇവരെ ആക്രമിക്കേണ്ടത്. CPMന്റെ ആളുകളെല്ലാം പിരിഞ്ഞു പോയിട്ടുണ്ട്, അവിടെ ഉണ്ടായിട്ടില്ല. പോലീസ് ഇവരും തമ്മിലേ ഉള്ളൂ. ഇനി അയ്യപ്പന്റെ വിഷയം ഒതുക്കാൻ വേണ്ടി CPMന്റെ പ്ലാൻ ആണ് ഇതെങ്കിൽ ഷാഫിയും കോൺഗ്രസും എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഈ വിഷയം കത്തിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. KC വേണുഗോപാൽ വന്നിട്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. കോൺഗ്രസിന്റെ ഇത്രയും ഉന്നതനായ ആൾക്ക് ഇന്ന് വേറെ തിരക്കൊന്നുമില്ലേ എന്ന്. പേരാമ്പ്രയിലെ കോളേജുമായി ബന്ധപ്പെട്ട പോലീസും കോൺഗ്രസും തമ്മിൽ നടന്നൊരു അടിപിടിയിൽ മൂക്കിന് ചോര പൊട്ടി എന്നുള്ളൊരു സംഭവം ഒരു ആഗോള പ്രശ്നമാക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ വെടിവെച്ചിടുമെന്ന് ഒരു സംഘപരിവാറുകാരൻ പറഞ്ഞ ദിവസം ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. 5 കോൺഗ്രസ്സുകാരാണ് വയനാട്ടിൽ പിന്നെ KC വേണുഗോപാൽ ഈ പറയുന്ന കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിന് അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ ഇവിടെ ഒരു കോൺഗ്രസ് MP ആക്രമിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഇറങ്ങി ചെല്ലണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പണിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ശ്രീ N. ശ്രീകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാൻ ഒരുപാട് വൈകിയോട് ക്ഷമിക്കണം. ഇടവേളയ്ക്ക് ശേഷം അങ്ങയിലേക്കാണ്. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോഴും ഷാഫി പറമ്പിലിനെ തല്ലിയത് പോലീസാണെന്നോ ലാത്തി കൊണ്ടാണ് അദ്ദേഹത്തിന് മൂക്ക് പൊട്ടിയതോ എന്ന് CPM സ്ഥിരീകരിക്കുന്നില്ല. അത് അന്വേഷണത്തിൽ തെളിയട്ടെ എന്നുള്ളതാണ്. ഈ ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെയാണ് എന്ന് അവർ അംഗീകരിക്കുന്നില്ല. അത് ഈ പറയുന്ന പോലീസ് നേരത്തെ ലാത്തി ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. ലാത്തി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ നിർഭാഗ്യവശാൽ കോടതിയിലാണ് പുറത്തു വന്നു. അതവിടെ നിൽക്കട്ടെ. പോലീസ് തല്ലിയത് കൊണ്ടാണ് ഈ പരിക്കേറ്റത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നില്ല. രണ്ടാമത് ശ്രീ PM മാർഷോ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, അവിടുത്തെ ഒരു പോലീസുകാരന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MSF പ്രവർത്തകർ നടത്തിയ കല്ലേറിലാണ് ഇടത് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റത്. ആ നിലയ്ക്ക് പോലീസിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇന്നിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അഡ്വക്കേറ്റ് അബിൻ വർക്കി ഈ പറയുന്ന സമയത്ത് ഈ ബൈജു, അവിടുത്തെ SP ബൈജു, അദ്ദേഹം തിരുവനന്തപുരത്ത് കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് എന്താണ് KSUവിന്റെ മാർച്ചിൽ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടാകണം. ആ ക്രിയ ഞങ്ങൾ മറന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരെ സമരത്തിനിടയ്ക്ക് കയറി ക്രിയ ചെയ്യാൻ പോകുമ്പോൾ അവർ ചിലപ്പോൾ തിരിച്ചു കൊടുത്തു എന്ന് വരും. അത് പോലീസും സമരക്കാരും എന്നുള്ളതല്ല, വളരെ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സാധനമായിരിക്കും. വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൊടുക്കൽ വാങ്ങലുകൾ വെച്ച് പുലർത്തിയാൽ വ്യക്തിപരമായി വാങ്ങിക്കെട്ടേണ്ടിയും വരും. അതിന് ഒരു സംവിധാനത്തെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങേക്കറിയാമെങ്കിൽ പറയണം. രണ്ടാമത്തെ കാര്യം, മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന അക്രമമാണ്. ഇന്ന് അവിടെ ഒരു വനിതാ മാധ്യമപ്രവർത്തകരുടെ മൈക്ക് പിടിച്ചു വാങ്ങാൻ അടക്കമുള്ള ശ്രമം ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ഇജാതി പരിപാടികൾ കൊണ്ട് സമരത്തിന് പോകുന്നത് എങ്ങനെയാണ്? നോക്കൂ ശ്രീമതി മാധു, ഈ മാധ്യമപ്രവർത്തകർക്കെതിരായുള്ള അതിക്രമം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, ഏത് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും അതാരും അംഗീകരിക്കില്ല. പക്ഷേ എന്തായാലും UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമോ മാധ്യമപ്രവർത്തകർക്ക് ഒരു തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അവർക്കെതിരെ കേസെടുക്കാറില്ല. ഭരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ അവർക്ക് കടന്നുകയെല്ലാം അവരുടെ ഒരു ജോലിയും തടസ്സപ്പെടുത്താറില്ല. അപ്പോൾ അത് വേറൊരു രീതിയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. പാർട്ടി പ്രവർത്തകർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ ഭരണത്തിൽ ഇരിക്കുമ്പോഴാണല്ലോ മാധ്യമപ്രവർത്തകരുടെ ജോലി ഒരു സംഘടന ഒരു മുന്നണി തടസ്സപ്പെടുത്തുക. അതെന്തായാലും തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ. ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ UDF ഭരിക്കുമ്പോൾ കേസെടുത്തിട്ടില്ലല്ലോ. അതൊക്കെ ഇപ്പോഴാണല്ലോ നടക്കുന്നത്. ജോലി തടസ്സപ്പെടുത്തലല്ലേ? പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തെറ്റാണെന്നല്ലേ പറഞ്ഞത്. ഞാൻ നേതൃത്വത്തിൻ്റെ ആരും പാർട്ടി പ്രവർത്തകരുടെ രണ്ടായിട്ടാണ് പറഞ്ഞത്.
രണ്ട് ശ്രദ്ധിക്കണം. ശരിയാ, നേതൃത്വം ഒന്ന്, നന്നായാൽ ഒരു പാർട്ടി പാർട്ടി പ്രവർത്തകർ നന്നാവും. അധികാരത്തിലേറുമ്പോൾ ഒരു പാർട്ടി അധികാരത്തിലേറുമ്പോൾ ആ ഗവൺമെൻറ് മാധ്യമപ്രവർത്തകർക്ക് വിലക്കേർപ്പെടുന്നത് ഒരു കാര്യം. ഒരു സംഘർഷത്തിനിടയ്ക്ക് പാർട്ടി പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് വേറൊരു വശം. ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞത്. അത് മാത്രം മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ എനിക്ക് എക്കോ വരുന്നുണ്ട്. അത് പരിഹരിക്കാം. ഇതിൽ വേറൊരു പ്രൊഡ്യൂസർ വിഷയം അത് എന്ന് വെച്ചാൽ പരിഹരിക്കണമേ. ഇവിടെ ശ്രീ ആർഷോ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് സ്വീകാര്യത നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്നൊരു വാചകം അദ്ദേഹം ഉദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു വടകരയിലെ ശ്രീ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് സ്വീകാര്യത വർദ്ധിപ്പിച്ചത്. അവിടുത്തെ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് CPM-ലെ ഒരു വിഭാഗം കരുതിയ, പിന്നീട് നടക്കാതെ പോയ വനിതാ നേതാവ് KK ശൈലജ ടീച്ചറെ അവിടെ 1.5 ലക്ഷം വോട്ടുകൾക്ക് തോൽപ്പിച്ചു. അപ്പോൾ അവിടെ സ്വീകാര്യത വർദ്ധിക്കുകയാണോ കുറയുകയാണോ ചെയ്തതെന്നുള്ളത് നമുക്കെല്ലാവർക്കും വിലയിരുത്താം. രണ്ടാമത്തെ കാര്യം, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരിക്കെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് മത്സരിച്ചു. അവിടെ 18,000 വോട്ടുകൾക്ക് CPM-നെ 3-ാം സ്ഥാനത്ത് എത്തിച്ചു. അത് സ്വീകാര്യതയാണോ അസ്വീകാര്യതയാണോ എന്ന് ജനത്തിന് തീരുമാനിക്കാം. മൂന്നാമത്തെ കാര്യം, യൂത്ത് കോൺഗ്രസും അതുപോലെ കേരളത്തിലെ UDF-ഉം കോൺഗ്രസും ഒക്കെ കുറച്ച് കാലമായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ യുവതലമുറയെ കണ്ടുകൊണ്ട്, പഴയ കാലത്തെ തലമുറയല്ല, ഇന്നത്തെ യുവതലമുറയെ കണ്ടുകൊണ്ട് അവർക്ക് സ്വീകാര്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയം അവർ കൊണ്ടുവരുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന നേതാക്കളാണ് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് വിഭാഗം. അത് കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് ഈ CPM ഭരണത്തിൽ അവർ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് അവർ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് അവർക്ക് സ്വീകാര്യത വർദ്ധിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൽ വേറെ വിഭാഗമുണ്ടോ? അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞിരുന്നു. നോക്കൂ മാധു, ഞാൻ പറഞ്ഞതിൻ്റെ വാക്കുകളെ പിടിച്ച് പറയണ്ട. ഞാൻ പറഞ്ഞത് LDF ഭരണം വന്ന ശേഷം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. LDF ഭരണം വന്ന ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും KSU കാലം തൊട്ട് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഒരു യുവജന നിര, ഇവിടെ ഇരിക്കുന്ന അഭിജിത്ത് ഉൾപ്പെടെ ഒരുപാട് നേതാക്കൾ, അബിൻ വർക്ക്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ ഒരുപാട് പേരുടെ ഒരു നിര ഇതിലുണ്ട്. അങ്ങനെ ഒരു നിര യൂത്ത് കോൺഗ്രസിൽ വളരുന്നത് ഈ 1960-കളിൽ കണ്ടൊരു പ്രതിഭാസമാണ്. AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും സുധീരൻ്റെയും കാലത്തുള്ള ഒരു പ്രതിഭാസം. അതാണ് ഇന്ന് വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ CPM-ൻ്റെ തുടർഭരണം ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു യുവ തലമുറ CPM-ൽ വളരുന്നില്ല. അങ്ങനെ വളരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് തുടർഭരണം കിട്ടുമ്പോൾ അവിടുത്തെ യുവജന നേതൃത്വം മരവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ആ മരവിപ്പ് അവർക്ക് മാറണമെങ്കിൽ അവർ പ്രതിപക്ഷത്ത് വരണം. ഇപ്പം അവരെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പോലീസ് സംരക്ഷണത്തിൽ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് പറ്റുന്നുള്ളൂ. അത് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര കാലത്ത് നമ്മൾ കണ്ടതാണ്. പോലീസ് സംരക്ഷണയിൽ യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കുക, അതൊരു പോലീസ് സംരക്ഷണത്തിൻ്റെ ഭാഗം അവർക്ക് വേണം. മറിച്ച് ഇപ്പുറത്തെ അങ്ങനെയല്ല. ഇപ്പുറത്തെ എന്താണെന്ന് വെച്ചാൽ, നേരിട്ട് പോലീസിൻ്റെ അതിക്രമം അവർക്കെതിരെ ഉണ്ടായാലും ഇല്ലെങ്കിൽ അവർ വീണ്ടും വരികയാണ്. അപ്പോൾ ഇവരെന്താ പറയുന്നത്? ഷോ. എന്തുകൊണ്ടാണ് ഇതുപോലെ ഷോ DYFയ്ക്ക് നടത്താൻ പറ്റാത്തത്? ഷാഫി പറമ്പിൽ ഷോ നടത്തുന്നത് ശരി, ആ ഷോ എന്തായാലും ജനങ്ങൾ അംഗീകരിച്ചല്ലോ. എന്തുകൊണ്ട് DYFI നേതാക്കൾക്ക് ഷോ നടത്താൻ പറ്റുന്നില്ല? അങ്ങനെ ഷോ നടത്താൻ പറ്റാത്തത് അവർ പ്രതിപക്ഷത്തിരുന്ന് അവർ മരവിച്ചു പോയത് കൊണ്ടാണ്. ആ മരവിപ്പ് മാറ്റാൻ കോൺഗ്രസിന് കഴിയില്ല, അത് CPM-നെ കഴിയുള്ളൂ. അതിൽ വിഷയം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ശ്രീ ആർഷോ പറഞ്ഞ കാര്യവും നേതാക്കൾ പറഞ്ഞ കാര്യവും വ്യത്യാസമുണ്ട്. ഇന്ന് ഗോവിന്ദ മാഷ് എന്താ CPM സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം എന്താ പറഞ്ഞാൽ അറിയാമോ? അതായത് ഒരു സംഘർഷമുണ്ടായാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അത് നേരിടാനുള്ള തൻ്റെ ഇടം വേണം. അതാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. ശിവൻകുട്ടി പറഞ്ഞത് ഒരു സമരം ഉണ്ടായാൽ അടിയുണ്ടാകും, തിരിച്ച് പ്രതികരിക്കും, അതുണ്ടാവും. ഇത് രണ്ടും നല്ല കാര്യങ്ങളാണ്. പക്ഷേ മൂക്കിൽ നിന്ന് വന്ന വെള്ളത്തിന് ചുമന്ന നിറമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് മാധുവിനോട് അഭ്യർത്ഥിക്കാനുള്ള എൻ്റെ സമയം എനിക്കിനി തരണ്ട. അതും കൂടെ ആർഷോയ്ക്ക് കൊടുത്താൽ, ആർഷോ എത്രയും ന്യായീകരിക്കുന്നോ അത്രയും ജനങ്ങൾക്ക് കോൺഗ്രസിന് നല്ലതാണ്. കാരണം ഒരു ചുമന്ന വെള്ളം മൂക്കിൽ നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മൾ ഒരു സംഘർഷത്തിൽ DYFIക്കാരൻ അടി കിട്ടിയാൽ ഇത് തന്നെയാണ് ചിലപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും പറഞ്ഞതിരിക്കും. പക്ഷേ ഇതൊക്കെ കാണുന്ന ജനങ്ങൾ എന്താ പറയുക, പോലീസുകാർ തല്ലി എന്നുള്ളതാണ്. അപ്പോൾ പോലീസിൻ്റെ മർദ്ദന പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കിട്ടുന്നുള്ള സ്വാഭാവികമാണ്. പക്ഷേ ഒരു വ്യക്തിക്കെതിരെ, ഷാഫി പറമ്പിലിനെതിരെ എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ അവരുടെ ഒരു രാഷ്ട്രീയ ആയുധം ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്നത്? പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞൊരു വളരെ മോശമായ പരാമർശം നടത്തിയല്ലോ ഷാഫി പറമ്പിലിനെ കുറിച്ച്. എന്തായിരുന്നു എൻ്റെ ആവശ്യം? പാർട്ടി അത് ഏറ്റെടുത്തില്ലല്ലോ. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അവിടെ ആരാ ഷോ നടത്താൻ നോക്കിയേ? ജില്ലാ സെക്രട്ടറി ഷോ നടത്താൻ നോക്കിയിട്ട് പാർട്ടിക്ക് പോലും ഏറ്റെടുക്കാൻ പറ്റിയില്ല. ഇനി മറ്റൊരു കാര്യം, DYFI ഇപ്പോഴത്തെ അവസ്ഥ എന്താ?
ഡിവൈഎഫ്ഐയുടെ ഒരു പ്രമുഖനായ നേതാവിനെ ഡിവൈഎഫ്ഐക്കാർ തന്നെ മർദ്ദിച്ച് അതിപ്പോൾ കേസാണല്ലോ. ഇപ്പോൾ പാർട്ടി തള്ളിപ്പറഞ്ഞു ഡിവൈഎഫ്ഐക്കാർ, അത് വേറെ വിഷയം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത്, തുടർച്ചയായ ഭരണം കിട്ടുമ്പോൾ യുവനിരയുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു സമരവീര്യം നഷ്ടപ്പെടും, അവർ നിരാശരാകും. ആദ്യഘട്ടത്തിലെ പോലെ വിപുലമാക്കരുത്, ചുരുക്കി പറയണം. നമ്മുടെ പി ജെ കുര്യനൊക്കെ പറഞ്ഞത് അപ്പുറത്തുള്ളവർ സമരവീര്യം തിളങ്ങുന്നവരാണ്, ഇപ്പുറത്തുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് കോൺഗ്രസ് തന്നെ തള്ളിപ്പറയുക ചെയ്തു. എന്നാലും പി ജെ കുര്യൻ കോൺഗ്രസ് ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം കോൺഗ്രസിന്റെ പൊതുവാണോ എന്ന് എനിക്കറിയില്ല. ശരി, നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക്. ശ്രീ PM ഷോ, നിങ്ങൾക്ക് ഈ ഷാഫിയുടെ ഷോ എന്തുകൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശ്രീ N ശ്രീകുമാർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വടകരയിൽ വെച്ച് ഷാഫി പറമ്പിലിനെതിരെ നേരത്തെ പറഞ്ഞതുപോലെ വി വസീഫ് അതിനെ തള്ളിപ്പറയുകയും ചെയ്തു. ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇവിടുന്ന് തല്ല് വാങ്ങിക്കൊണ്ട് പോകാൻ ഞാനില്ല എന്ന് ഷാഫി പറയുമ്പോൾ വലിയ തോതിൽ കോൺഗ്രസിൽ പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടാക്കുന്നു. അവർ അന്ന് നൈറ്റ് മാർച്ച് നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നതാണെങ്കിലും അത് ഒരു ഷാഫിക്ക് ഐക്യദാർഢ്യ പ്രഖ്യാപനമായി മാറുന്നു. ആ നിലയ്ക്ക് വടകര പിടിച്ചത് മുതലുള്ള ഒരു രാഷ്ട്രീയ പക, ഒരു ഗോത്ര വൈരാഗ്യത്തോടു കൂടി ഷാഫി പറമ്പിലിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? മാധു, ഞാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ 2004 നവംബർ മാസം 1-ാം തീയതി കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ മുൻപിൽ വെച്ച് 15ഓളം മാധ്യമപ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളെയും ഉൾപ്പെടെ ലീഗിൻ്റെ പ്രവർത്തകർ കോൺഗ്രസ് UDF ഭരണകാലത്ത് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രധാനപ്പെട്ട ദേശീയ അന്തർദേശീയ തലത്തിലുള്ള മാധ്യമ പ്രവർത്തകരുടെ സംഘടനകളുടെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഭരണത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എത്രമാത്രം സുരക്ഷിതമായിരുന്നു എന്നുള്ളത് 2004 നവംബർ 1 കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ മുൻപിൽ നടന്ന ആക്രമ പരമ്പര മാത്രം നോക്കിക്കഴിഞ്ഞാൽ ബോധ്യപ്പെടും. ഇനി അതിനുമപ്പുറത്ത് N ശ്രീകുമാർ വളരെ വിപുലമായി പറഞ്ഞ ഒന്നുണ്ടല്ലോ. ഇപ്പോൾ മാധുവിനോട് ചോദിച്ച ചോദ്യവും അദ്ദേഹം പറഞ്ഞത് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഒരു സംഘമുണ്ട് പോലും. ഇനി മാധു പറഞ്ഞു ഷാഫി പറമ്പിലിൻ്റെ സംഘത്തിനും സാധ്യമാകുന്നത് പോലെ ഷോ കാണിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഷോ അദ്ദേഹം പറഞ്ഞ അല്ല ആയിക്കോട്ടെ, അല്ല ആ ഷോയ്ക്കേ ഞങ്ങളില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു 60കളിലെ യൂത്ത് കോൺഗ്രസിന്റെ അതേ പ്രതാപകാലത്തേക്ക് ഒരു സംഘം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് 2025 ഏത് 2025 ഇന്ന് നമ്മൾ ചർച്ചയ്ക്കിരിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ പറഞ്ഞ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഒരു സംഘടന. ആ സംഘടന 60കൾക്ക് സമാനമാം വിധം എന്താ പറയുക വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ശ്രീകുമാർ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ്സുകാരെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയണം. അങ്ങനെ ആവണം പോലും. അങ്ങനെ ആകാൻ വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും മനുഷ്യരിന്ന് തങ്ങളുടെ കുട്ടികളോട്, ഈ നാട്ടിലെ യുവാക്കളോട് പറയോ എങ്ങനെ ആകരുത് ഒരു സംഘടന എന്നുള്ളതിന്റെ മാതൃകയായിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കല്ലേ? എന്താ ഈ പറഞ്ഞ ഇന്ന് ഈ കഴിഞ്ഞ ഇത്രയും ദിവസം പകൽ വെളിച്ചം കാണാതിരിക്കുക. ഇപ്പൊ ഇന്നത്തെ സംഭവത്തിൽ ഏറ്റവും ഗുണം കിട്ടിയത് നാളുകൾക്കിപ്പുറം 2 മാസത്തിനിപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റിനെ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആശാനെ ഒന്ന് പോയി നേരിട്ടടുത്ത് കാണാൻ കഴിഞ്ഞു, ഒന്ന് തൊടാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ദിവസം ഇവർക്ക് കിട്ടിയ ഏക ഗുണമെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് ആകാനാണോ അങ്ങ് ഈ നാട്ടിലെ യുവാക്കളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്? വയനാട് ഫണ്ട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യരുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ പണപ്പിരിവ് നടത്തിയ ആളുകളല്ലേ യൂത്ത് കോൺഗ്രസ്. എത്ര കോടി ഉറുപ്പ്യ പിരിച്ചു? ഈ പിരിച്ച പണം എവിടെ? ഈ പണം ബാംഗ്ലൂർ ഉൾപ്പെടെ, ഹൈദരാബാദ് ഉൾപ്പെടെ, ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള 5 നക്ഷത്ര ഹോട്ടലുകളുടെ മേശവിരിപ്പിനകത്ത് കൊണ്ടുപോയി വെച്ചില്ലേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്? ബാംഗ്ലൂരിലുള്ള വിവിധ ഗർഭചിത്രം നടത്തുന്ന മെഡിക്കൽ ക്ലിനിക്കുകളിൽ കൊണ്ടുപോയി വെച്ചില്ലേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്? ആ യൂത്ത് കോൺഗ്രസ് ആകാൻ വേണ്ടി ഷാഫി പറമ്പിൽ അങ്ങ് പറഞ്ഞതുപോലെ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ യൂത്ത് കോൺഗ്രസ് ആകാൻ വേണ്ടിയിട്ടാണോ അങ്ങ് കേരളത്തിലെ യുവാക്കളോട് പറയുന്നത്? വയനാട് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നാട്ടിൽ നടന്ന് ആക്രി വരിക്കുകയും വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിയും മണ്ണിലിറങ്ങി പണിയെടുത്തും 100 വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി ഒരു പ്രയാസം അനുഭവിക്കുന്ന ജനതയെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയ ഡിവൈഎഫ്ഐയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുന്നത് യൂത്ത് കോൺഗ്രസിനെ മാതൃകയാക്കുന്നതിന് വേണ്ടി? അങ്ങനെ മാതൃകയാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ യുവതയ്ക്ക് താല്പര്യമില്ല എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കിക്കോ. ഇനിയിപ്പോ ഈ പറഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടല്ലോ, അതൊക്കെ വ്യക്തമാക്കുന്നത് തന്നെയാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ, ഷാഫി പറമ്പിലിന്റെ കോൺഗ്രസ് ധാരയിലേക്ക് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി ഇവിടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് താല്പര്യമില്ല എന്ന് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ അടിവരയിട്ട തെരഞ്ഞെടുപ്പുകൾ ഇന്നലെ കേരള സർവകലാശാലയിലും മിനിഞ്ഞാന്ന് കാലിക്കറ്റ് സർവകലാശാലയിലും അതിനു മുൻപ് MGയിലും കണ്ണൂരിലും ഒക്കെ കണ്ടത്. ഇനി അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പൊ ഷാഫിയുടെ മൂക്കുന്ന് എന്താ പറയാ
വെള്ളം വന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. വളരെ സ്വാഭാവികമായി നാട്ടിലെ മനുഷ്യർക്ക് സംശയം തോന്നും. കാരണം കോൺഗ്രസ് ആണ്. ഇതേ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടത്, ഇപ്പൊ കാലിക്കറ്റിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ, ഷാഫി എന്ന കേശുവിന്റെ നേതാവാ, കാലിക്കറ്റിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ രാവിലെ ഷാഫി വരും, ഒരു ലെതർ ചെരുപ്പിട്ട് കയ്യിലൊരു ബ്ലാക്ക്ബെറിയുടെ ഫോണൊക്കെ ആയിട്ട് ഷാഫി വരും. ഉച്ചയ്ക്ക് വോട്ടെണ്ണലിന്റെ സമയമാകുമ്പോഴേക്കും ഷാഫി പോയിട്ട് വീണ്ടും വരും. കാലിലപ്പോൾ ഹവായി ചെരുപ്പായിരിക്കും, കയ്യില് നോക്കിയുടെ 1100 ആയിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് തോൽക്കും, ഒരു ഉന്തുന്തള്ളുണ്ടാവും, സംഘർഷം ഉണ്ടാകുമ്പോഴേക്കും റിയാസ് മുക്കോളി ഓടി വരും പോലും. റിയാസ് മുക്കോളി ഓടി വന്നിട്ട് ഷാഫിയുടെ മുണ്ട് പറിക്കും, മനോരമക്കാരൻ ഫോട്ടോ എടുക്കും. പിറ്റേ ദിവസത്തിൽ മുണ്ടഴിഞ്ഞു കിടക്കുന്ന ഷാഫിയുടെ പടം മനോരമ പത്രത്തിന്റെ ഫ്രണ്ടിൽ വരും. ഇതാണ് ഷാഫി പറമ്പിലിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം തൊട്ടുള്ള ഇടപെടൽ. അങ്ങനെ ഇടപെടലുള്ള ഒരാള് സ്വാഭാവികമായും ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടിലെ മനുഷ്യർക്ക് സംശയം തോന്നും. നേരത്തെ പ്രേംകുമാർ മാഷി പറഞ്ഞതുപോലെ, ഈ പറഞ്ഞ പോലെ പരിക്ക് പറ്റിയെന്ന ബേബി മെമ്മോറിയലിന്റെ മെഡിക്കൽ ബുള്ളറ്റിനെ വിശ്വസിക്കുന്ന ഘട്ടത്തിലും പരിക്ക് പറ്റിയത് കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെയും കൈവിട്ട് കൊണ്ടിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം വരിക എന്നുള്ളത് വളരെ സ്വാഭാവിക. ആ സംശയമാണ് വന്നത്. ഇനി അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ അങ്ങ് ഈ ആർക്കാ മുഖം നഷ്ടപ്പെട്ടത്? ആർക്കാ മുഖം നഷ്ടപ്പെട്ടത്? ഇദ്ദേഹം പറഞ്ഞു മുഖം നഷ്ടപ്പെട്ടു. 2 ആഴ്ച മുമ്പ് ഇതേ പറഞ്ഞ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. കോൺഗ്രസിന്റെ യൂത്ത് വിങ്ങിന് നാഥനില്ല, അവരുടെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന് നാഥനില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പരിഹാസ രൂപേണയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ എങ്ങോട്ട് വളർന്നു പന്തലിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത്. അത് നിങ്ങളുടെ രാഷ്ട്രീയ കാര്യം, ശരി, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് കെ അഭിജിത്തിന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം, ആവട്ടെ. പക്ഷേ ഇത് നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞ പരാമർശം, സംഘർഷത്തിന് പോയാൽ ചിലപ്പോൾ തല്ലുണ്ടാകും. ശ്രീ വി ശിവൻകുട്ടി പറഞ്ഞ പരാമർശം, ഇനി രക്ഷാപ്രവർത്തന കാലത്താണെങ്കിൽ സജി ചെറിയാൻ പറഞ്ഞത് സമരത്തിന് പോയാൽ തല്ല് കിട്ടും എന്നുള്ളതാണ്. ആ നിലയ്ക്ക് തല്ലാനാണ് സംവിധാനം തീരുമാനിക്കുന്നതെങ്കിൽ തല്ലുകൊള്ളാൻ ആണോ യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം? അല്ല, ഒന്ന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ മാർഷയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അധിക്ഷേപങ്ങളും അവരുടെ ആളുകളെ അവഹേളിച്ചുള്ള സംസാരങ്ങളും തുടരുക. ആ തുടരുമ്പോൾ തന്നെ ആർഷോ ഉൾപ്പെടെ മനസ്സിൽ വിങ്ങിപ്പൊട്ടുകയാണല്ലോ. കാരണം 2024 ജൂൺ മാസം 4-ാം തീയതി കേരളത്തിൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ CPM-ലെ ഒരു വിഭാഗം, ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി ഒരു വിഭാഗം തലയിൽ ചുമന്ന് നടന്നിരുന്ന KK ശൈലജ എന്ന് പറയുന്ന വ്യക്തിയെ 1,14,506 വോട്ടിന്റെ എണ്ണത്തിന് പരാജയപ്പെടുത്തിയ ആളുടെ പേരാണ് ഷാഫി പറമ്പിലെന്ന് ഉള്ളുകൊണ്ട് വിങ്ങിപ്പൊട്ടി സമ്മതിക്കുമ്പോഴും ഇങ്ങനെ പരിഹാസം തൊടുക. ആ പരിഹാസം തന്നെയായിരിക്കും നിങ്ങളുടെ അവസാനത്തെ ഭരണത്തിന്റെ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ അവസാനത്തെ CPM ഭരണത്തിന്റെ ആണി അടിക്കാൻ പോകുന്നത് അവിടെയാണ്. നിങ്ങൾ നിർബാധം ഈ ആക്ഷേപം തുടരുക, പരിഹാസം തുടരുക, പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാവുക. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ പല കോളേജ് തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു MPയോ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് MPയോ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ കടന്നു വരുമ്പോൾ അവരെ തെരഞ്ഞു പിടിച്ച് മൂക്കിനടിക്കുന്ന, തലയ്ക്കടിക്കുന്ന സമീപനങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇവർ പറയുന്നത് എന്താ? ഷാഫി പറമ്പിൽ, നേരത്തെ ആർഷോ പറഞ്ഞത്, ഷാഫി പറമ്പിൽ ഗുണ്ടകളെ സൃഷ്ടിക്കുന്നു. ഗുണ്ടകളെ സൃഷ്ടിക്കുന്നത് ഷാഫി പറമ്പിൽ അല്ലഹേ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ക്രിമിനലുകളെയും സൃഷ്ടിച്ച് കേരളത്തിലെ ഒരു കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളെ വളർത്തിയെടുക്കുന്ന നേതാവിന്റെ പേര് പിണറായി വിജയനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പിന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ മാധു, ഞങ്ങൾ ഇപ്പോഴും ഈ നാടിന് വേണ്ടിയുള്ള സമരരംഗത്താണ്. വയനാടിന്റെ കാര്യത്തിൽ, വയനാടിന്റെ പ്രതിസന്ധികളിലെല്ലാം യൂത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. ആ യൂത്ത് കോൺഗ്രസിന് എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. അതിന് ചില കാലതാമസം, എവിടെയെങ്കിലും വീഴ്ച എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കാലതാമസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? നിങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരത്തിലാണെന്നേ. ഞാൻ പറയാം, നമുക്കറിയാലോ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തിരികെ പിടിക്കാൻ, ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ തിരികെ പിടിക്കാൻ രാഹുൽ ഗാന്ധി വലിയൊരു പോരാട്ടം നയിക്കുക ഈ രാജ്യത്ത്. സംഘപരിവാറിനും BJP-ക്കെതിരെ BJP ഇതര മുഖ്യമന്ത്രിമാരെല്ലാം രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് പിന്തുണയർപ്പിച്ചു പോകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമ്മൾ എവിടെയും കാണുന്നില്ല. ഇന്നൊരു വാർത്ത വന്നിരിക്കുന്നു. ഇന്നത്തെ വാർത്ത എന്താ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ED സമൻസ് കൊടുത്തു. എപ്പോഴാണെന്നറിയോ? കള്ളപ്പണം വെളുപ്പിച്ചതിന് 2023 2 വർഷക്കാലം ആ വാർത്ത പോലും പുറത്തു വന്നില്ല.
സാധാരണ ED ഒക്കെ ഒരു പ്രതിപക്ഷ നേതാവിന് നോട്ടീസ് കൊടുത്താൽ പത്രസമ്മേളനം നടത്തിയത് ഈ രാജ്യത്തോട് പറയുമ്പോൾ പിണറായി വിജയന്റെ മകന് ED നോട്ടീസ് കൊടുത്ത കാര്യം നമ്മൾ അറിഞ്ഞില്ല. അതിന്റെ ഒക്കെ അർത്ഥം എന്താ? ഈ കേരളത്തിൽ രാജ്യത്ത് BJP എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കി കൊടുക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ. ഇവിടെ ആർഷോ വലിയ എന്താ ഞങ്ങൾ പഠിക്കുന്നില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആർഷോ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ തയ്യാറായിക്കോ. കേരളത്തിലെ CPM-നെ BJP-യുടെ കാൽച്ചുവട്ടിലേക്ക് മകനും മകളും ജയിലിൽ കിടക്കാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുപോകുമ്പോൾ ഇനിയെങ്കിലും ശബ്ദിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ ആ പാളയത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് എന്താ പറയുക, നാട് തിരിച്ചറിയുമെന്ന് സൂചിപ്പിക്കുക. രണ്ടാമത്തത്, ഇവിടെ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നതിനെ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതൊക്കെ ബഹുമാനപ്പെട്ട പ്രേംകുമാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു. കഴിഞ്ഞ 2-3 മാസക്കാലം മുൻപല്ലേ കോഴിക്കോട് ജില്ലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അതും അവിടുത്തെ അവിടുത്തെ ജീവനക്കാരെ അടക്കം ക്രൂരമായി നിങ്ങൾ ആക്രമിച്ചത്? അന്നൊക്കെ ന്യായീകരിക്കാൻ മുൻപന്തിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞങ്ങൾ ഒരു അടിവരയിട്ട് പറയുന്നു, ഒരു മാധ്യമ പ്രവർത്തകരെയും ആക്രമിക്കാനോ അക്രമങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കാനോ ഞങ്ങൾ തയ്യാറല്ല. മറിച്ച് ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇവർ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രേംകുമാർ പല കാര്യങ്ങളും പറയുമ്പോൾ വളരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപക്ഷെ സംശയങ്ങൾ വരികയാണ്, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങളെന്ന്. അല്ല, ഷാഫി പറമ്പിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടിയിൽ നിന്ന് 1.5 മണിക്കൂറൊന്നും എടുത്തില്ല. കൊയിലാണ്ടി അദ്ദേഹം പേരാമ്പ്രക്കാരനാണെങ്കിൽ അറിയാലോ, 20 മിനിറ്റ് കൊണ്ട് കൊയിലാണ്ടിയിൽ നിന്ന് ഈ പേരാമ്പ്രയിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ 20 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുള്ള ഷാഫി പറമ്പിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 ദിവസങ്ങളിലായി പോലീസ് CPM എടുക്കുന്ന പണിയാണ് പോലീസ് എടുത്തത്. എന്താ? ആക്രമിക്കുക. യൂത്ത് കോൺഗ്രസ്സുകാരൻ, യൂത്ത് ലീഗുകാരൻ, UDYF-കാരൻ അവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക എന്നുള്ള സമീപനമാണ് ഈ പറയുന്ന പോലീസ് സ്വീകരിച്ചത്. അതിന്റെ കൂടെ ഞാൻ പറയാം, ഈ പേരാമ്പ്രയിലെ സുനി എന്ന് പറയുന്ന DYSP, നിങ്ങൾ നോക്കി യൂണിഫോം ഇടുന്നതേ ഉള്ളൂ, പക്കാ CPM ക്രിമിനലാണ്. സുനിയും അതേപോലെ തന്നെ ഹരിപ്രസാദ് എന്ന് പറയുന്ന DYSP-മാരൊക്കെ എടുക്കുന്ന പണി CPM-ന് വേണ്ടിയാണ്. ഇവിടുത്തെ SP ഉണ്ട്, EK ബൈജു. നമ്മൾ മുൻപ് ജോർജ് ഫ്ലോയിഡിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ജോർജ് ഫ്ലോയിഡിന്റെ കഥ നമ്മൾ കണ്ടതാ. ആ പോലീസുകാരന്റെ വംശവറിക്കിടയായി ആ കാൽമുട്ടിനിടയിൽ മരിച്ചു വീഴുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രം നമ്മൾ ഓർക്കുന്നുണ്ട്. അന്ന് പോലീസുകാരൻ വംശവറിക്കാണ് ആ ചെറുപ്പക്കാരെ ഇരയാക്കിയത് എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പിണറായി വിജയൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു അക്രമ കൊട്ടേഷൻ യാത്ര നടത്തിയപ്പോൾ ആ യാത്രയിൽ കോഴിക്കോട് ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഴുത്ത് ശ്വാസം മുട്ടിച്ച DCP-യുടെ പേരായിരുന്നു ബൈജു. അതിന്റെ പ്രത്യുപകാരമായി ഇന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് നിൽക്കുക. ആ പ്രത്യുപകാരമായി ആ ബൈജുവിനെ പിടിച്ചാണ് വടകരയിൽ SP ആക്കിയത്. ആ ബൈജുവിന്റെ നേതൃത്വത്തിൽ DYSP സുനിലിന്റെ നേതൃത്വത്തിൽ ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഈ അക്രമങ്ങൾ അരങ്ങേറിയത്. CPM എന്താണോ തീരുമാനിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം തിരികെ ചർച്ചയിലേക്ക്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പം ഒരു പോലീസുകാരന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, ഈ ഷാഫി പറമ്പിലെ MP-യുടെ മൂക്കിന് പരിക്കേറ്റു. ഇങ്ങനെ കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല് എന്ന നിലയ്ക്ക് തെരുവിൽ പോലീസും രാഷ്ട്രീയക്കാരും ഏറ്റുമുട്ടുക. നമുക്ക് പോലീസ് അച്ചടക്കമുള്ള ഒരു മെഷീനറിയാണ്. ഇനി ഒരു രാഷ്ട്രീയ പ്രതിഷേധമുണ്ടായി, പ്രകോപനമുണ്ടായാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇതിപ്പോ ശരിയാണ്, 1.5 മണിക്കൂർ സംഘർഷാത്മകമായ സാഹചര്യം, 1.5 മണിക്കൂറല്ല 1.5 ദിവസം സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിൽ അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് വരെയും സമനില കൈവരിക്കേണ്ടത്, തുടരേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോ നാട്ടിൽ MP-യെ പോലീസ് തല്ലി മൂക്ക് പൊട്ടിച്ചു എന്ന് പറയുന്നത് അഭിമാനാർഹമായ കാര്യമാണോ? ഒന്നാമത്, ഞാൻ കേരള പോലീസിന്റെ സ്പോക്സ് പേഴ്സൺ അല്ല. പോലീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഒരിക്കലും പറയുന്ന ആളുമല്ല ഞാൻ. പോലീസിന്റെ ലാത്തി ചാർജിലാണ് MP-ക്ക് മുറിവേറ്റതെങ്കിൽ, ഇനി അല്ല KSUക്കാരുടെ കൈവിട്ട് കുത്തിയിട്ടാണെങ്കിലും സങ്കടം തന്നെയാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. അതിനെപ്പറ്റി അല്ല എനിക്ക് പറയാനുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പം എന്താ പറയുക, മാധ്യമപ്രവർത്തകർ നിങ്ങൾ എഴുതി വെക്കുകയും കോൺഗ്രസ്സുകാരനാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്ന ശ്രീകുമാർ പറഞ്ഞ കാര്യം എനിക്ക് നക്ഷ പിടിച്ചിരിക്കുന്നു. അതായത് പുതിയ യുവാക്കളെയും യുവതികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലും ഒക്കെ ചേർന്ന് യൂത്ത് കോൺഗ്രസ് ഗംഭീര പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തന്നെ അത് ക്രോസ് ചെയ്തു. പക്ഷെ ഒരു അപേക്ഷ എനിക്ക് ശ്രീകുമാറിനുണ്ട്, ആ കൂട്ടത്തിൽ ദേവി നിങ്ങൾ ഞങ്ങളുടെ കോഴിക്കോടുകാരനായ അഭിജിത്തിന്റെ പേര് ചേർക്കരുത്. കാരണം ആ വൃത്തികെട്ട ടീം പോവാത്ത കുറെ കോൺഗ്രസ്സുകാരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അത് VD സതീശനായിരുന്നാലും KC വേണുഗോപാലായിരുന്നാലും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരാണ് അഭിജിത്ത്. അഭിജിത്തിനെയും കൂടി അതിൽ കൂട്ടിയിട്ട് നിങ്ങൾ ചീത്തയാക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് ശ്രീകുമാറിനോടുള്ളത്. പിന്നെ ഒരു ഒറ്റ കാര്യം നോക്കൂ, ഇവിടെ അല്ലല്ല അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചതുകൊണ്ട് ഇത് നോക്കൂ, നിങ്ങൾ CPM-ന് നല്ല
നല്ല ബോധ്യമുണ്ട്. CPM നല്ല ബോധ്യമുണ്ട്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ MP-യുടെ ജനപ്രീതി ദിനം പ്രതി ജനങ്ങൾക്കിടയിൽ കൂടി വരുന്നു. നിങ്ങൾ അങ്ങനെ കഥകളൊന്നും ഇവിടെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും മുഴുവൻ ഷാഫി പറമ്പിലെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് ആ ഷാഫി അല്ലാതെ അതിന് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാനോ അവിടെ എന്തെങ്കിലും ഒരു വേർതിരിവ് സൃഷ്ടിക്കാനോ ശ്രമിക്കേണ്ട. CPM-ന്റെ ഭയം, CPM എങ്ങനെയൊക്കെ ഭയത്തിൽ നിന്ന് ഷാഫി പറമ്പിലെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കില്ല. ഡോക്ടർ പ്രേംകുമാർ അങ്ങ് പറയൂ. ഷാഫി പറമ്പിലിന്റെ കാര്യമല്ല, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള തെമ്മാടിത്തരങ്ങളുടെ പേരിൽ ഞാൻ ഉത്തരവാദിത്തം എടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും VD സതീശനാണ് പറഞ്ഞത്. എനിക്ക് ബോധ്യമുണ്ട് എന്ന്. അതിനെ ന്യായീകരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് കോൺഗ്രസ്സുകാരെ തയ്യാറായിട്ടുള്ളൂ. അത് ചെയ്യാത്തൊരു നേതാവാണ് അഭിജിത്ത്. ഞാൻ ഉറച്ചു പറയുന്നു, അത് ചെയ്യാത്തൊരു നേതാവാണ് അഭിജിത്ത്. ശ്രീകുമാർ പറയുന്നത് അത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നതെന്നാണ്. അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഒരു പാർട്ടിയിലും ഉണ്ടാവരുത്. ബാക്കി നല്ല യൂത്ത് കോൺഗ്രസ്സുകാരെയും കൂടെ അതിലേക്ക് കൂട്ടരുത്. VD സതീശൻ അതിൽ കൂട്ടരുത്, അഭിജിത്തിനെ കൂട്ടരുതെന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ പറയാൻ തുടങ്ങിയത് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളൊരു പ്രതീതിയുടെ പുറത്താണ് ഈ നടക്കുന്നത്. അത് ശരിയല്ല. നോക്കൂ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസും ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്ന, ഡിഫൻസീവിലായിരിക്കുന്ന ഒരു സാധനമാണ് വയനാട്ടിലെ വീടുകൾ എന്നുള്ളത്. ഓഗസ്റ്റ് മാസം തറക്കല്ലിടെന്ന് പറഞ്ഞത് ഷാഫി പറമ്പിലാണ്. അദ്ദേഹത്തിന് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു മറുപടി പറയാനുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു, നിങ്ങളുടെ നിലപാട് എന്താണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ? VD സതീശനും എന്താ പറയാ KC വേണുഗോപാലും അടക്കമുള്ളവർക്ക് പൂരത്തെറിയുള്ള സൈബർ അറ്റാക്ക് നടത്തിയതിനെ പറ്റി ഒരു വാക്കെങ്കിലും ഈ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടോ? റീൽ അല്ല പൊളിറ്റിക്സ് എന്ന് VD സതീശൻ പറഞ്ഞത് ഷാഫി അടക്കം ഉദ്ദേശം ഉണ്ടാണെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാത്തതിന്റെ കാരണം ഷാഫിയുടെ ഉടക്കാണെന്ന് നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും ഡിഫെൻസീവായി നിൽക്കുന്ന CPM-ന് LDF-ന് അനുകൂലമായി ഉള്ള കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഷാഫി. ഇവരാകെ പറയുന്നതാണ് ശൈലജ ടീച്ചർ തോൽപ്പിച്ചു. വടകര അതിന് മുന്നേ മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനും ജയിച്ചിരുന്ന സ്ഥലമാണെന്നേ. 19 ഇടത്തും CPM-ഉം LDF-ഉം തോറ്റതാണ്. പിന്നെ വടകരയിൽ മാത്രം എന്താണ് ഈ പ്രത്യേകത? മറിച്ച് പാലക്കാട് രാജിവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള ഒരു MLA വരികയും ആ MLA പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അയാൾക്ക് മണ്ഡലത്തിൽ പോകാൻ പറ്റില്ല, നിയമസഭയിൽ പോകാൻ പറ്റില്ല. ശൈലജ ടീച്ചർ പരാജയപ്പെട്ടു എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളുന്നേ. പ്രചരണം നടത്തിയ ആളുകളാണ് നിങ്ങൾ. ആ നിങ്ങൾക്ക് ഷാഫി പറമ്പിലിനോട് വ്യക്തിപരമായിട്ടുള്ള മുന്നോട്ട് പോലെ അതൊന്നും കേരളത്തിന്റെ പൊതുസമൂഹം വകവെച്ചു തരില്ല. നിങ്ങളുടെ വ്യാജാരോപണങ്ങളെ ജനങ്ങൾ തിരിച്ചറിയും, നിങ്ങളുടെ വാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്യും. ഷാഫി പറമ്പിൽ എന്താണ് എന്നുള്ള ബോധ്യം നിരന്തരം ആവശ്യപ്പെടുകയാണിത്. മറ്റു പാനലിസ്റ്റുകളുടെ സമയമാണ്. ശ്രീ N. ശ്രീകുമാർ, ആ നിലയ്ക്ക് ഷോ കാണിക്കാനില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അതായത് ഒരു കാര്യത്തിലും ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രസിഡന്റ് പോലും ഇല്ലാത്ത യൂത്ത് കോൺഗ്രസ് എന്ത് അഭിമാനാർഹമായ വളർന്നു പന്തലിക്കലാണ് അവകാശപ്പെടാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നു. ഈ പറയുന്ന അങ്ങ് LDF-ലെ യുവജന പ്രസ്ഥാനത്തിൽ ആരോപിച്ച നിർജീവത്വം യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിനല്ലേ എന്നും ചോദിക്കുന്നു. നോക്കൂ ശ്രീമതി മാധു, ഈ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എന്ന് വെച്ചാൽ അത് യൂത്ത് കോൺഗ്രസ് സംഘമാണ്. അതിനെ DYFI ഭയപ്പെടുന്നുണ്ട്, CPM ഭയപ്പെടുന്നുണ്ടെന്ന് അവർക്കെതിരായിട്ടുള്ള ആക്രമണം തന്നെ നമുക്ക് ആലോചിച്ചറിയാം. പക്ഷെ ഒരു കാര്യം ആലോചിച്ചുള്ളൂ, നുണയും പരിഹാസവും അശ്ലീലവും ആയുധമാക്കിക്കൊടുന്ന CPM-ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഈ കോൺഗ്രസിൻ്റെ യുവനിര വളർന്നു വരുന്നതിൽ DYFIക്കൊക്കെ ഒരു പ്രതിഷേധം ഉണ്ടാകും, ശരിയാണ്. പക്ഷേ ആ ഒരു ഭയം, തുടർ ഭരണം ഇനി കിട്ടില്ല എന്നുള്ള ഭയം അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിരീക്ഷകന്മാരിലേക്കും വരുന്നു എന്നുള്ളത് കൗതുകകരമാണ്. ഈ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇവർക്കൊക്കെ എന്നെ അംഗീകരിക്കാൻ ഭയമാണ്. എന്താ കാരണം അറിയാമോ? കോൺഗ്രസ്സുകാർക്ക് മാധ്യമ പ്രവർത്തകരാകാൻ പാടില്ലെന്നാണ്. ഞാൻ ജോലി ചെയ്ത മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ഇവരെന്ന് ആദ്യം പഠിക്കട്ടെ. ഒരു മാധ്യമ പ്രവർത്തകൻ കോൺഗ്രസിനെ പിന്താങ്ങാൻ തീരുമാനിച്ചാൽ പിന്താങ്ങിയിരിക്കും. അത് DYFI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കണം എന്ന് വെച്ചാൽ എതിർത്തിരിക്കും. അതിൽ ആ സംശയം വേണ്ട. അത് അനുകൂലമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, മുഖപത്രങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങ് മറ്റു പറയൂ, ചോദ്യത്തിന് ഉത്തരം പറയൂ.
അല്ലല്ല, ഞാൻ പറയുന്നത് ഞാൻ പക്ഷമുള്ള മാധ്യമപ്രവർത്തനാണെന്ന് പറഞ്ഞിട്ട് ചേരുള്ളൂ. പിന്നെ നിങ്ങൾ എന്താ എഴുതി കാണിക്കുന്നതും ഞാൻ നോക്കാറില്ല. ഇവിടെ എന്താ വെച്ചാൽ CPM-ലെ മൊത്തത്തിലൊരു അരക്ഷിതാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ മുമ്പിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അവരുടെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കോ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഈ അവസ്ഥ മാറ്റാനായിട്ട് കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ യുവജന നിരയെ തടയിടുക എന്നുള്ള ഇവരുടെ ആവശ്യമാണ്. കാരണം വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഭീഷണിയായിട്ട് വരുന്ന കോൺഗ്രസിലെ യുവനിരയാണ്. ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്ന ഒരു യുവനിര കേരളത്തിൽ കോൺഗ്രസിൽ വളർന്നിട്ടുണ്ട്. ആ വളർച്ചയുള്ള യുവനിര ഇവർക്കെതിരായിരിക്കും, സംശയം വേണ്ട. പിന്നെ എന്താ വെച്ചാൽ ഈ പോലീസ് എന്തുകൊണ്ടാണ് ഇവരുടെ ഭരണത്തിന് അന്ത്യം കുറിക്കും? കാരണം എന്താ, CPM-ലെ ഒരു അംശം പോലീസിലുണ്ട്, ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഫ്രാക്ഷൻ പോലീസിലുണ്ട്. അതുകൊണ്ടാണ് കുന്നംകുളത്ത് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ തല്ലിയത്. അതുകൊണ്ടാണ് ഒരു DYFI പ്രവർത്തകൻ്റെ മരണത്തിന് കൊല്ലത്ത് കാരണമായത്. അതുകൊണ്ടാണ് പീച്ചിയിൽ ഒരു ഹോട്ടൽ വ്യവസായിയുടെ ജീവനക്കാരനെ തല്ലിയത്. ഈ പോലീസിൻ്റെ ഈ അംശം ഈ പാലക്കാടോ പേരാമ്പ്രയിലോ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് CPM ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുടർഭരണം എന്നുള്ള മോഹം അങ്ങോട്ട് ഉപേക്ഷിക്കുക, എന്നിട്ട് പാർട്ടി വളർത്താൻ ശ്രമിക്കുക. പഴയകാല പാർട്ടിയുടെ ഒരു സ്വീകാര്യത 1957 EMS തുടർഭരണം നഷ്ടപ്പെടുമോ എന്നതിനേക്കാൾ ഭയപ്പെടുന്ന സാഹചര്യമാണല്ലോ ഇനി ഭരണം കിട്ടില്ലേ എന്നുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പാർട്ടി വളർത്താൻ അങ്ങ് ആവശ്യപ്പെടുന്നത്, ഒരു പാർട്ടി വളർത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് DYFIയോട് അല്ലെങ്കിൽ അങ്ങ് ആവശ്യപ്പെടുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്നാണ് അവർ തിരികെ ചോദിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ കാരണങ്ങളൊന്നും, ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു MP പോലീസിന്റെ അടികൊണ്ട് മൂക്കുപൊട്ടി ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാക്കാനേ പാടില്ലാത്തതാണ്. ഒരു MP ഒരു പ്രതിഷേധ പരിപാടിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് പ്രത്യേക സുരക്ഷ നൽകാനും, അത് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ എന്നുള്ള ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും അവിടെ ഒരു തരത്തിലുള്ള അപ്രിയമായ കാര്യങ്ങളും ഉണ്ടാക്കാതിരിക്കാനുള്ള ജാഗ്രത വേണ്ട സംവിധാനത്തിന്റെ പേരാണ് പോലീസ് എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.